പിറ്റേത്തെ വൈകുന്നേരം ജോലി കഴിഞ്ഞുള്ള വരവാണ്. പതിവ് പോലെ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി കട്ട് റോഡിലൂടെ അവൾ മുന്നോട്ട് നടന്നു. കറുപ്പിൽ പ്രിന്റുള്ള ചുരിദാറായിരുന്നു അവളുടെ വേഷം. കഴുത്തിൽ സ്വർണ്ണ ചെയിനിൽ കോർത്തിണക്കിയ ഒരു കുഞ്ഞു താലി കിടപ്പുണ്ട്. കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുന്ദരി കുട്ടിയാണവൾ. തോളിൽ ഒരു ബാഗുമിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന അവളുടെ മുഖം ആകെ വാടി തളർന്ന് വല്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു വിഷമം അവൾക്കുള്ളതായി ആർക്കും എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ പറ്റും. നിത്യയുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ കഷ്ടിച്ച് 1.5 മാസമായിട്ടേ ഉള്ളൂ. പുതുതായി വിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ സന്തോഷമൊന്നും അവളുടെ മുഖത്ത് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. നിഷ്കളങ്കയും സുന്ദരിയുമായ അവളുടെ സൗന്ദര്യത്തെ തോൽപ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്താകെ വിഷമം നിറഞ്ഞു നിന്നു. ടൗണിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് നിത്യ. അവൾക്ക് വീട്ടിൽ അച്ഛനും അമ്മയും 3 അനിയത്തിമാരുമാണുള്ളത്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് നിത്യയുടേത്. അവൾക്ക് താഴെയുള്ള 3 അനിയത്തിമാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബമായതുകൊണ്ട് തന്നെ ഡിഗ്രി വരെ അവൾ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. ഫൈനൽ എക്സാം കഴിഞ്ഞ പാടെ തന്നെ ജോലിക്ക് പോകാനും തുടങ്ങി. പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിലെ ജോലിയോടൊപ്പം തന്നെ ടൈലറിംഗ് ചെയ്തും പശുവിനെ വളർത്തി പാല് കൊടുത്തുമൊക്കെ അവൾ കുറേശ്ശെ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. തന്നെക്കൊണ്ടാകുന്ന വിധത്തിലൊക്കെ ഹാർട്ട് പേഷ്യൻ്റായ അച്ഛനും തൊഴിലുറപ്പിന് പോകുന്ന അമ്മയ്ക്കും താങ്ങാകുമായിരുന്നു അവൾ. 4 പെൺകുട്ടികളെ കെട്ടിച്ചയക്കുക എന്നത് ആ അച്ഛൻ്റെ തലയിൽ വലിയൊരു ബാധ്യതയായി നിൽക്കുമ്പോഴാണ് സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിത്യയ്ക്ക് വിഷ്ണുവിൻ്റെ വിവാഹാലോചന വരുന്നത്. വിഷ്ണുവിൻ്റെ അമ്മാവൻ വഴിയാണ് വിഷ്ണുവിൻ്റെ ആലോചന നിത്യയുടെ അച്ഛൻ്റെ അടുത്തെത്തുന്നത്. അച്ഛൻ മരിച്ചുപോയ വിഷ്ണുവിൻ്റെ വീട്ടിൽ ഇനി അമ്മ മാത്രമേ ഉള്ളൂ. ഒരു പെങ്ങളുള്ളതിനെ കെട്ടിച്ചയച്ചു. വിഷ്ണുവിന് നാട്ടിൽ തന്നെ കാറിൻ്റെ വലിയൊരു വർക്ക്ഷോപ്പുണ്ട്. അന്വേഷിച്ചപ്പോൾ പേര് കേട്ട തറവാട്ടുകാരാണ് വിഷ്ണുവിൻ്റെ കുടുംബം. പിന്നെ വിഷ്ണുവിൻ്റെ അമ്മാവൻ നിത്യയുടെ അച്ഛൻ്റെ പണ്ടുകാലത്തെ ഒരു സുഹൃത്തുകൂടി ആയതുകൊണ്ട് വിഷ്ണുവിനെ കുറിച്ച് അവർക്കധികം അന്വേഷണമൊന്നും വേണ്ടി വന്നതുമില്ല. പ്രായം കൊണ്ടും കാഴ്ച കൊണ്ടും വിഷ്ണു നിത്യക്ക് നന്നായി ചേരുന്നവനായിരുന്നു. മക്കളിൽ ഒരാളുടെ വിവാഹം കഴിഞ്ഞു കിട്ടിയാൽ അത്രയും ആശ്വാസമെന്ന് കരുതിയിരുന്ന നിത്യയുടെ അച്ഛനും അമ്മയ്ക്കും വിഷ്ണുവിൻ്റെ വിവാഹാലോചന നന്നേ ബോധിച്ചു. അങ്ങനെയാണ് അധികം താമസിയാതെ വിഷ്ണുവും നിത്യയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞത്. ഒരുപാട് പ്രതീക്ഷകളുമായി വിഷ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച കുട്ടിയാണ് നിത്യ. എന്നാൽ വിഷ്ണുവിൻ്റെ വീട്ടിലെത്തി 2 ദിവസം കഴിയുന്നതിന് മുൻപേ തന്നെ അവളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. വിവാഹാലോചനയുടെ സമയത്ത് അന്വേഷിച്ചറിഞ്ഞ പോലെയുള്ള ഒരാളെ ആയിരുന്നില്ല വിഷ്ണു. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നതും സ്വന്തമായി വർക്ക്ഷോപ്പ് ഉണ്ട് എന്നതുമൊക്കെ ശരിയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് വിഷ്ണു ഒരു മുഴുക്കുടിയനായിരുന്നു. ഒരു സ്ഥിര മദ്യപാനി. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ഫ്രണ്ട്സിനോടൊപ്പം കുടിച്ച് ബോധം കെട്ട വിഷ്ണുവിനെ അമ്മയും അമ്മാവനും ചീത്ത പറയുന്നത് കേട്ടാണ് നിത്യ ആദ്യം ഞെട്ടിയത്. എന്നാൽ വിവാഹാഘോഷത്തിൻ്റെ ഭാഗമായി കൂട്ടുകാർ നിർബന്ധിച്ച് കുടിപ്പിച്ചതാണെന്നും പറഞ്ഞ് അമ്മയും അമ്മാവനും അവളെ സമാധാനപ്പെടുത്തി. എന്നാൽ അതൊന്നുമായിരുന്നില്ല സത്യമെന്ന് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ കൊണ്ട് നിത്യക്ക് ബോധ്യപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് 1.5 മാസം കടന്നുപോയപ്പോൾ അതിലൊരു ദിവസം പോലും വിഷ്ണുവിനെ മദ്യപിക്കാതെ അവൾ കണ്ടിട്ടില്ല. അമ്മ എന്തെങ്കിലും പറയാൻ പോയാൽ അമ്മയുമായി വിഷ്ണു സ്ഥിരമായി വഴക്കാണ്. എല്ലാ പ്രതീക്ഷകളും താളം തെറ്റിച്ചുകൊണ്ട് ഭർത്താവ് ഒരു മുഴുക്കുടിയനാണെന്ന് മനസ്സിലാക്കിയ അവൾ ആകെ തളർന്നു പോയിരുന്നു. രാവിലെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന അവൻ രാത്രി കയറി വരാൻ തന്നെ 10 മണി കഴിയും. ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അമ്മ എന്തെങ്കിലും പറയാൻ ചെന്നാൽ അമ്മയോട് തട്ടിക്കയറും. നിത്യയോടുള്ള സമീപനമാണെങ്കിൽ പറയുകയും വേണ്ട. ഒരു ഭാര്യ എന്ന നിലയിൽ ഇതുവരെ അവളുടെ മുഖത്ത് നോക്കിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. വല്ലപ്പോഴും എന്തെങ്കിലും 1-2 പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ചില രാത്രികളിൽ ബോധമില്ലാതെ തുണി പോലുമില്ലാതെയാണ് കിടക്കുക പോലും ചെയ്യാറ്. ശരിക്കു പറഞ്ഞാൽ ഭർത്താവെന്നൊരാൾ രാത്രി കയറി വരുന്നത് തന്നെ അവൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. ഹണിമൂണിനോ വിരുന്നുപോക്കിനോ ഒന്നിനും അവൾക്ക് വിഷ്ണുവിനെ കിട്ടിയിട്ടില്ലായിരുന്നു. ആകെ പേടിച്ചുപോയ അവൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത സ്ഥിതിയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. അവിടെ ഇരുന്നുള്ള സമാധാനം കൂടി പോകണ്ട എന്ന് കരുതിയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം അവൾ അവളുടെ പഴയ ജോലിക്ക് പോയി തുടങ്ങിയത്. രാവിലെ പോയി വൈകിട്ട് വരുന്നവരെ അവൾ ജോലിയുടെ തിരക്കിലാവും. എന്നാൽ ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ അവളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടും.
താലി കെട്ടി എന്ന ഒരു ബന്ധത്തിൻ്റെ പേരിൽ വിഷ്ണുവിൻ്റെ വീട്ടിൽ ഒരു അഗതിയെപ്പോലെ കഴിയേണ്ട അവസ്ഥ. വിഷ്ണുവിൻ്റെ അമ്മയ്ക്കാണെങ്കിലും നിത്യയോട് വലിയ താല്പര്യമില്ലാത്ത പെരുമാറ്റമായിരുന്നു. മിണ്ടുന്നത് പോലും വളരെ ചുരുക്കമായിരുന്നു. വിവാഹാലോചനയുമായി വന്ന സമയത്തുള്ള പാലേ തേനെ സ്വഭാവമൊന്നും തന്നെ ഇപ്പോൾ അവർക്ക് അവളോടില്ലായിരുന്നു. നിത്യ വന്ന് കയറിയത് മുതലാക്കിയ അവർ ഒരു ജോലിയും ചെയ്യാതെ എപ്പോഴും അങ്ങനെ കാലു നീട്ടിയിരിക്കും. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് വീട്ടിലെ എല്ലാ പണികളും അവൾ ചെയ്തു തീർക്കണം. വൈകിട്ട് വന്നാലും ഉണ്ടാകും ഒരു കൂട്ടം പണികൾ. അതിനിടയ്ക്ക് അമ്മയുടെ ചില പണികളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാം അവൾ ചെയ്തു കൊടുക്കണം. സഹായിക്കാൻ പോയിട്ട് ഒന്ന് മിണ്ടി പറയാൻ പോലും ആരുമില്ലാതെ നിത്യ വല്ലാതെ സങ്കടപ്പെടും. രാത്രിയൊക്കെ അമ്മ അവരുടെ മോളെ ഫോണിൽ വിളിക്കുന്നതും വാ തോരാതെ സംസാരിക്കുന്നതും നിത്യ കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ നിത്യ വിളിച്ചാൽ വിഷ്ണുവിൻ്റെ പെങ്ങൾ ഫോൺ എടുക്കാറേയില്ല. ഫോൺ കോൾ എല്ലാം കഴിഞ്ഞാൽ പിന്നെ അമ്മ ടിവിക്ക് മുന്നിലാണ്. കിടക്കുവോളം അവർ സീരിയലും കണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നേരെ പോയി കിടക്കും. വിഷ്ണു വന്നു കയറിയാൽ ചിലപ്പോൾ വിഷ്ണുവുമായി ഒന്നോ രണ്ടോ പറഞ്ഞ് അമ്മയും മോനും വഴക്കുണ്ടാകും. നിത്യയാണെങ്കിൽ ഇതൊക്കെ കണ്ട് പേടിച്ച് ഒരു തുണയില്ലാതെ പേടിയോടെ മുറിയിൽ ഒറ്റപ്പെട്ട് കിടക്കും. അങ്ങനെ ഇരിക്കെ തലവേദനിച്ചുകൊണ്ട് മുറിയിൽ ചുരുണ്ടു കിടന്ന ദിവസത്തിൽ ഒരിക്കൽ ദേഹത്തു കൂടെ എന്തോ ഒന്ന് കയറിയിറങ്ങുന്ന പോലെ തോന്നിയപ്പോഴാണ് അവൾ പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നത്. മദ്യത്തിൻ്റെ മണം തട്ടി എണീക്കാൻ നോക്കുമ്പോഴേക്കും മുറിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ വിഷ്ണു അവളുടെ ദേഹത്തേക്ക് കിടന്നു കഴിഞ്ഞിരുന്നു. തട്ടിമാറ്റാൻ നോക്കിയിട്ടും തട്ടിമാറ്റാനാവാതെ താലി കെട്ടി എന്നൊരു ബന്ധത്തിൻ്റെ പേരിൽ വിഷ്ണുവിന് കിടന്നു കൊടുക്കാനേ അവൾക്കായുള്ളൂ. അവൻ്റെ വികാരങ്ങളെല്ലാം ഭാര്യ എന്ന നിലയിൽ അവളിൽ ചെയ്യുകയും ചെയ്തു. അന്നത്തെ ആ ബന്ധപ്പെടലിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ വിഷ്ണു അത് പതിവാക്കുകയും ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് അവളോട് ഒരു ബന്ധവും അവനില്ല. രാവിലെ കുളിച്ചു മാറ്റി വർക്ക്ഷോപ്പിലേക്ക് പോകും. രാത്രി 10-11 മണിയാകുമ്പോൾ കയറി വരും. എന്തെങ്കിലും എടുത്തു കഴിച്ച് നേരെ കട്ടിലിൽ ചെന്ന് വീഴും. അവന് മൂടാകുമ്പോൾ തോന്നുന്ന വികാരങ്ങളൊക്കെയും ആ പാവത്തിൻ്റെ മേൽ ചെയ്തു തീർക്കും. വല്ലപ്പോഴും തോർത്ത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടോ ഡ്രസ്സ് എടുത്തു തരാൻ പറഞ്ഞുകൊണ്ടോ ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കും. ആ ഒരു സമീപനം മാത്രമേ അത്ര ദിവസമായിട്ടും അവൾക്ക് വിഷ്ണുവിൽ നിന്നും ലഭിച്ചിരുന്നുള്ളൂ. ആകെ മനസ്സ് മടുത്തുകൊണ്ടാണ് അവൾ ബസ് ഇറങ്ങി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരുന്നത്. പൊന്നോ പണമോ ഒന്നും വേണ്ടെന്ന് വിഷ്ണുവിൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നെങ്കിലും വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയും അനിയത്തിമാരുടെയും അമ്മയുടെയും കാതിൽ കിടക്കുന്നതും മറ്റും നുള്ളിപ്പെറുക്കിയും കഴുത്തിലും കയ്യിലുമായി കുറച്ച് സ്വർണം അവളുടെ അച്ഛൻ അവൾക്ക് നൽകിയിരുന്നു. വിഷ്ണു ചിലപ്പോൾ അലമാര താക്കോലിട്ട് പൂട്ടാതെ മലർത്തി തുറന്നിട്ട് പോകും. കള്ളന്മാരൊക്കെ ഉള്ളതാ, അതുകൊണ്ട് സ്വർണം അമ്മ അലമാരയിൽ വെച്ച് പൂട്ടിക്കോളാമെന്നും പറഞ്ഞ് വിവാഹം കഴിഞ്ഞ പാടെ തന്നെ വിഷ്ണുവിൻ്റെ അമ്മ അവളിൽ നിന്ന് അതൊക്കെ വാങ്ങിവെച്ച് കഴിഞ്ഞിരുന്നു. അവൻ കെട്ടിയ താലിയും കയ്യിലെ കുഞ്ഞു മോതിരവുമല്ലാതെ മറ്റൊന്നും നിത്യയുടെ ദേഹത്തില്ലായിരുന്നു. ഒക്കെ ഇട്ടെറിഞ്ഞ് വീട്ടിലേക്ക് തന്നെ ഇറങ്ങിപ്പോയാലോ എന്ന് നിത്യ പലവട്ടം ചിന്തിച്ചതാണ്. പക്ഷേ മക്കളിൽ ഒരാളെങ്കിലും നല്ല നിലയിൽ വിവാഹം കഴിഞ്ഞു പോയല്ലോ എന്ന് സമാധാനിച്ചിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് താൻ എങ്ങനെ തിരികെ പോകും? വിവാഹം കഴിഞ്ഞ് അധികം നാൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാതെ താൻ തിരികെ ചെന്നാൽ അത് തൻ്റെ അനിയത്തിമാരുടെ ജീവിതത്തെയും ബാധിക്കില്ലേ? ഹാർട്ട് പേഷ്യൻ്റായ അച്ഛന് ഈ വിവരമറിഞ്ഞാൽ താങ്ങാൻ കഴിയുമോ? ഇതിനൊക്കെ അപ്പുറത്ത് വിവാഹം കഴിഞ്ഞതോടുകൂടി അവളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ടുണ്ടായിരുന്നു. കടം വാങ്ങി ഒരുപാട് കഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമായതുകൊണ്ട് തന്നെ താൻ തിരികെ കയറി ചെന്നാൽ അച്ഛനും അമ്മയും പിന്നെ എന്ത് ചെയ്യും? എല്ലാം കൂടെ ഓർത്തപ്പോൾ മനസ്സ് കല്ലാക്കിക്കൊണ്ട് അവൾ ആ വീട്ടിൽ പിടിച്ചു നിന്നു. വിഷ്ണുവിൻ്റെ വീട്ടിലെ കഷ്ടപ്പാടൊക്കെ മനസ്സിലിട്ടുകൊണ്ട് അവൾ ആ ചെറിയ റോഡിലൂടെ പതുക്കെ മുന്നോട്ട് നടന്നു. ആ പുതുമണവാട്ടി ജോലിക്ക് പോയി തുടങ്ങിയല്ലേ? അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടാണ് നിത്യ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത്. കോട്ടണിൻ്റെ ഒരു സാരി ഉടുത്തുകൊണ്ട് അത്യാവശ്യം പ്രായം തോന്നിക്കുന്ന ഒരച്ചമ്മ അവളെ കണ്ടതും അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നും റോഡിലേക്ക് ഓടി വന്നു. ആളാരാണെന്ന് മനസ്സിലായില്ലെങ്കിലും നിത്യ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാനൊരു അയൽവാസിയാണ് കേട്ടോ. മോൾക്ക് എന്നെ പരിചയം കാണില്ല. ഞാൻ ഈ വീട്ടിലെയാ. എൻ്റെ കാലിനൊരു ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മോളുടെ വീട്ടിലായിരുന്നു. ഇന്നലെ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണത്തിന് കൂടാൻ ഒന്നും പറ്റിയിട്ടില്ല. മോളെ ഒന്ന് കാണാനായി വീട്ടിൽ വന്നപ്പോളാ സരസ്വതി പറഞ്ഞത് ജോലിക്ക് പോയി തുടങ്ങിയെന്ന്. ആ പ്രായം ചെന്ന സ്ത്രീ ചിരിച്ചുകൊണ്ട് നിത്യയോട് പറഞ്ഞു. നിത്യ അവരെ നോക്കി വീണ്ടും ചെറുതായി ഒന്ന് ചിരിച്ചു. കുറച്ച് ദിവസമായി പോകാൻ തുടങ്ങിയിട്ട്. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ വിനയത്തോടെ പറഞ്ഞു. നല്ലതാ മോളെ, ഇന്നത്തെ കാലത്ത് പെൺകുട്ടിയൊക്കെ ഒരു ജോലി വേണം.
ഭർത്താവിൻ്റെ ജോലിയും കണ്ടുകൊണ്ട് വീട്ടിലിരുന്നാലേ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അവരവളെ നോക്കി പറഞ്ഞു. നിത്യ അപ്പോഴും ചെറിയൊരു ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അവർ അപ്പോൾ നിത്യയെ നന്നായി ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, സുന്ദരി കുട്ടിയാണ് ട്ടോ കാണാൻ. വിഷ്ണു എത്ര പെണ്ണ് കാണാൻ നടന്നതാണെന്നറിയാമോ? അവസാനം അവന് ചേരുന്ന നല്ലൊരു കുട്ടിയെ തന്നെ കിട്ടി. അവർ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവളുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. വിവാഹം കഴിഞ്ഞ് വെറും 1.5 മാസമായ ഹണിമൂൺ ആഘോഷിക്കേണ്ട സമയത്തുള്ള ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവളുടെ ചുണ്ടിലെ ചിരി മായണമെങ്കിൽ അവനും അവളും തമ്മിലുള്ള അകലം എത്രത്തോളമായിരിക്കും? അവൾക്ക് അവനോട് അത്രമാത്രം മടുപ്പ് തോന്നുന്നുണ്ടായിരിക്കും എന്നതാണ് വാസ്തവം. അവരോട് വിഷ്ണുവിനെയോ അവൻ്റെ കുടുംബത്തെയോ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു നിത്യക്ക്. പക്ഷേ എന്തോ പെട്ടെന്ന് കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവൾക്ക് അവരോട് അധികമൊന്നും ചോദിക്കാൻ തോന്നിയില്ല. കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ സുഖമായോ അമ്മേ? അവൾ അവരോട് മറ്റെന്തെങ്കിലും ചോദിക്കേണ്ടേ എന്ന് കരുതി ചോദിച്ചു. ഓ, ഇപ്പം സുഖമായി മോളെ. ഞരമ്പ് ചുരുങ്ങിയിട്ട് നടക്കാൻ മേലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ റെഡിയായി, അവർ അവളോട് പറഞ്ഞു. നിത്യ അപ്പോളും ഒന്ന് ചിരിച്ചു. ഞാനെന്നാ ചെല്ലട്ടെ, അവൾ അവരോട് പതിയെ പറഞ്ഞു. അവർ അപ്പോൾ 2 സൈഡിലും മാറി മാറി നോക്കിക്കൊണ്ട് നിത്യയുടെ അരികിലേക്കൊന്ന് ചേർന്നു നിന്നു. എന്നിട്ട് കുറച്ച് ശബ്ദം കുറച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, ഞാൻ പറയുന്നത് കൊണ്ട് മോളൊന്നും വിചാരിക്കരുത് കേട്ടോ. ആരോടും ചെന്ന് പറയുകയും അരുത്. എൻ്റെ മോൾക്കുമുണ്ട് മോളുടെ പ്രായത്തിലൊരു പെൺകുട്ടി. അതുപോലെ കരുതിയാ ഞാൻ പറയുന്നത്. വിഷ്ണു അവൻ ആളൊരു പാവമാ. കുറച്ച് വെള്ളമടിയും കൂട്ടുകെട്ടും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അവൻ്റെ മനസ്സ് ശുദ്ധമാണ്. പിന്നെ അവൻ്റെ പ്രായവും അതല്ലേ. കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടി നടന്നിട്ട് ഇങ്ങനെ ആയിപ്പോയതാ. ഇനിയൊരു കുടുംബവും കുട്ടികളും ഒക്കെ ആകുമ്പോൾ അവനായിട്ട് തന്നെ അതൊക്കെ നിർത്തും. ഞാൻ കുഞ്ഞിലേ മുതൽ കാണുന്ന പയ്യനല്ലേ. ആദ്യമൊക്കെ ഒരു പഞ്ചപാവം മോനായിരുന്നു. കുറച്ച് മുതിർന്നപ്പോഴാ ചീത്ത കൂട്ടുകെട്ടൊക്കെ ആയത്. വീട്ടിലുള്ളവരാണേൽ അതിനെ പറഞ്ഞ് തിരുത്താനും നിൽക്കില്ല. അതുകൊണ്ട് അവനെക്കുറിച്ചോർത്ത് മോള് വിഷമിക്കണ്ട. കുറച്ച് വെള്ളമടിയുണ്ടെങ്കിലും അതൊരു പാവമാ. പക്ഷേ അവൻ്റെ അമ്മയുണ്ടല്ലോ, സരസ്വതി, അവളാള് ചില്ലറക്കാരിയൊന്നുമല്ല. അവളെ മോളൊന്ന് നന്നായിട്ട് സൂക്ഷിച്ചോ, അവർ നിത്യയോട് പറഞ്ഞു. നിത്യ അപ്പോൾ അവരെ തന്നെ നോക്കി. അവരെന്താണ് പറഞ്ഞു വരുന്നത് എന്ന് നിത്യക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വിഷ്ണുവിൻ്റെ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയണമായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ അവൾ അവരെ തന്നെ നോക്കി നിന്ന ശേഷം പിന്നെ മെല്ലെ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പ്രശ്നം? ദേഷ്യപ്പെടുന്ന സ്വഭാവമാണോ? ദേഷ്യം വരുന്ന സ്വഭാവമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വയ്ക്കാം. ഇതൊന്നുമല്ല. അവൾ ഒരു തൻ്റേടിയാ മോളെ. ആണുങ്ങളെ വലവീശി പിടിക്കല അവൾക്കും മോൾക്കും പണി. ആരൊക്കെയോ ആയിട്ട് രഹസ്യബന്ധവുമുണ്ട്. വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ കൂടെ, അതായത് അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവൾ ജീവിച്ചിട്ടേയില്ല. കുട്ടികൾ നന്നേ ചെറുതാകുമ്പോൾ തന്നെ അവൾ ഭർത്താവുമായി പിരിഞ്ഞു. അവൾക്ക് അവളുടെ സ്വന്തം ഇഷ്ടത്തിന് അഴിഞ്ഞാടി നടക്കണം. അതിന് ഭർത്താവ് സമ്മതിക്കില്ലായിരുന്നു. അങ്ങേരൊരു പാവമായിരുന്നു. വിഷ്ണുവിൻ്റെ പെങ്ങളുണ്ടല്ലോ, അവളും ഈ തള്ളയുടെ അതേ സ്വഭാവം തന്നെയാണ്. ഞാൻ പരദൂഷണം പറയാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. മോളുടെ മുഖം കണ്ടപ്പോൾ എനിക്കെന്തോ വിഷമം പോലെ തോന്നി. മോൾക്ക് അവരുടെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട. അവർ അങ്ങനെ ഒരു തരമാണെന്ന് കൂട്ടിയാൽ മതി. സ്വന്തം താലി പൊട്ടിച്ചേർന്ന് തോന്നിയ പോലെ ജീവിക്കുന്ന സ്ത്രീക്ക് എന്തായാലും കുടുംബസ്നേഹം ഉണ്ടാവില്ലല്ലോ. മോനെയും മരുമോളെയും സ്നേഹിക്കാനും കഴിയില്ലല്ലോ. ഞാനിന്ന് മോളെ കാണാൻ അവിടെ ചെന്നത് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ ഇല്ല, ജോലിക്ക് പോയെന്നും പറഞ്ഞ് വാതിലും ചാരി അവളങ്ങ് കയറിപ്പോയി. അവളുടെ സ്വഭാവം അങ്ങനെയാ. വെറുതെ ഇവരുടെ കൂടെ കിടന്ന് മോളുടെയും വിഷ്ണുവിൻ്റെയും ജീവിതം നശിപ്പിക്കാൻ നിൽക്കരുത്. വിഷ്ണുവിനെ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി മാറി താമസിക്കാൻ നോക്കുന്നതാ നല്ലത്. ഒരു ജീവിതമേ ഉള്ളൂ. വെറുതെ മറ്റുള്ളവരുടെ കണ്ണും മുഖവും കണ്ട് ജീവിക്കേണ്ടി വരരുത്. മോളുടെ സ്വന്തം മുത്തശ്ശി പറയുന്നതായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. മോളിനി ഇതോർത്ത് വിഷമിക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വാ, ഇങ്ങോട്ട് കയറിക്കേ, ചായ കുടിച്ചിട്ട് പോകാം, അവർ നിത്യയോട് പറഞ്ഞു. വേണ്ടമ്മേ, പിന്നെ വരാം, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിത്യ വിനയത്തോടെ അവരെ നോക്കി തലയാട്ടി. എന്നാ മോള് ചെല്ല്. അവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. ശേഷം നിത്യ മുന്നോട്ട് നടന്നു. ഓരോ അടി മുന്നോട്ട് നടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു.
വിഷ്ണുവിൻ്റെ അമ്മ ഒരു സൂത്രക്കാരിയാണെന്ന് തൻ്റെ സ്വർണമൊക്കെ വാങ്ങി വെച്ചപ്പോൾ തന്നെ തോന്നിയിരുന്നു. പിന്നെ അമ്മയുടെയും പെങ്ങളുടെയും തന്നോടുള്ള പെരുമാറ്റവും അങ്ങനെ തന്നെയാണല്ലോ. എന്ത് ചെയ്യാനാ, എൻ്റെ ഒരു വിധി. തൻ്റെ മുഖം ഇങ്ങനെ വാടിക്കാണുന്നത് കൊണ്ട് ഇപ്പോൾ ഓഫീസിലുള്ളവരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്താണ് കാര്യമെന്ന്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ സങ്കടം കൊണ്ട് കരഞ്ഞു പോകാതിരിക്കാനായി പെടാപ്പാട് പെടുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വീട്ടിലേക്ക് വിരുന്നിന് പോയിട്ടില്ല. എപ്പോഴും വിഷ്ണുവേട്ടന് തിരക്കാണ്, പിന്നെ വരാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഒരു കണക്കിന് വിഷമത്തോടെ അങ്ങോട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എത്രത്തോളം വിഷമമുണ്ടെന്ന് എൻ്റെ മുഖം കണ്ടാൽ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വെറുതെ അവരെ കൂടി വിഷമിപ്പിക്കേണ്ടല്ലോ. നിത്യ ബാഗും തോളിലിട്ട് മുന്നോട്ട് തന്നെ നടന്നു. വീടെത്തി ചെരുപ്പയച്ചിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഹാളിൽ സോഫയിലിരുന്ന് ഫോണിൽ നോക്കുകയായിരുന്നു വിഷ്ണുവിൻ്റെ അമ്മ. നിത്യയെ ചെറുതായൊന്ന് തല ഉയർത്തി നോക്കിയെങ്കിലും പിന്നെ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയാണ്. വന്നു കയറുമ്പോൾ ഒന്ന് മുഖം തരാനുള്ള മര്യാദ പോലുമില്ല. ഒരക്ഷരം മിണ്ടാറോ ചോദിക്കാറോ ഇല്ല. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് നിത്യ വേഗം അവളുടെ റൂമിലേക്ക് ചെന്നു. ബാഗ് അവിടെ മേശപ്പുറത്ത് വെച്ചു. സിബ് തുറന്ന് ഭക്ഷണം കൊണ്ടുപോയ ചോറ്റുപാത്രവും കറിപ്പാത്രവും ഒപ്പം വെള്ളക്കുപ്പിയും എടുത്ത് പുറത്തേക്ക് വെച്ചു. കുപ്പി ഒന്ന് കയ്യിലെടുത്ത് നോക്കി. അതിൻ്റെ അടിയിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം എടുത്തു കുടിച്ചു. ശേഷം ചോറ്റുപാത്രവും കയ്യിലെടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. പാത്രം അടുക്കളയിലെ സിങ്കിൽ വെച്ച് കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണുവിൻ്റെ അമ്മ അങ്ങോട്ട് വന്നത്. എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരണം. പിന്നെ ഇന്ന് രാവിലെ പോകുമ്പോൾ മീൻകറി അല്ലായിരുന്നല്ലോ വെച്ചത്. ഈ പച്ചക്കറിയും അവിയലുമൊക്കെ കൂട്ടി മനുഷ്യന്മാരെങ്ങനെ ചോറുണ്ണാനാ? ഞാൻ മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതെടുത്തൊന്ന് എളുപ്പം കറി വെക്കണം, അമ്മ അവളോട് ആജ്ഞാപിക്കുന്ന രീതിയിൽ പറഞ്ഞു. നിത്യ ഒന്ന് അവരെ നോക്കി, പിന്നെ ചെയ്യാമെന്ന് തലയാട്ടി. അത് പറഞ്ഞ ശേഷം അവർ തിരിച്ച് ഹാളിലേക്ക് പോവുകയും ചെയ്തു. അവൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് പൊടിയിട്ടു. ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തൊഴിച്ച് പഞ്ചസാരയിട്ട് അമ്മയ്ക്ക് ഹാളിലെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു കൊടുത്തു. ശേഷം തിരികെ വന്ന് അല്പം ചായ ഗ്ലാസ്സിലെടുത്ത് തിണ്ണയിൽ ചാരി നിന്നുകൊണ്ട് അവളും കുടിച്ചു. എന്താണെന്നറിയില്ല, പതിവില്ലാത്തതിൽ നിന്നും വിപരീതമായി വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു നിത്യയ്ക്ക്. ഛർദിക്കാൻ വരുന്നതുപോലെ. ചായ ആണെങ്കിലും വെള്ളമാണെങ്കിലും നാവിലേക്ക് വെക്കുമ്പോൾ ഇറക്കാൻ തോന്നാത്തതുപോലെ. ഒപ്പം വല്ലാത്ത ക്ഷീണവും തളർച്ചയും. അവൾ അടുക്കളയിലെ ടാപ്പ് തുറന്ന് കുറച്ചു വെള്ളമെടുത്ത് നന്നായി മുഖം കഴുകി. എങ്ങനെയെങ്കിലും എളുപ്പം പണി തീർത്തിട്ട് ഒന്ന് പോയി കിടക്കണം. അവളുടെ മനസ്സിലപ്പോൾ അതേ ഉണ്ടായിരുന്നുള്ളൂ. വേഗം പോയി ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്ന മീനിൻ്റെ ബോക്സ് എടുത്ത് പുറത്തേക്ക് വെച്ചു. ശേഷം മീൻ ചട്ടിയിലേക്കിടാനായി ആ ബോക്സ് തുറന്നതും അവൾ പെട്ടെന്ന് തന്നെ ഓക്കാനിച്ചു പോയി. എങ്ങനെയോ ഒരു വിധത്തിൽ മൂക്ക് പൊത്തിക്കൊണ്ട് അവൾ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. മീനിൻ്റെ സ്മെല്ല് തട്ടിയതും ഛർദിക്കാൻ മറയ്ക്കുന്ന പോലെ. പൊതുവെ അങ്ങനെ തോന്നാത്തതാണ്. ജോലി കഴിഞ്ഞു വന്നാൽ വീട്ടിലെ എല്ലാ പണിയും താൻ തന്നെയാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ എന്തോ 4 ദിവസമായി വല്ലാത്തൊരു വല്ലായ്മ. മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഒന്നാമത് ശരീരത്തിനൊട്ടും ശേഷി തോന്നുന്നില്ല. ആകെക്കൂടെ മൊത്തത്തിൽ ഒരു വല്ലായ്മ അവളെ അലട്ടുന്നുണ്ടായിരുന്നു. അവൾ പച്ചക്കറി തട്ടിൽ നിന്നും ഒരു ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ തൊലി അല്പം നീക്കി മൂക്കിനോട് ചേർത്തു വെച്ചു. കുറച്ചു നേരം നാരങ്ങയുടെ മണം കിട്ടിയപ്പോൾ ഛർദിക്ക് ചെറുതായൊരു ശമനം വരുന്നത് പോലെ തോന്നി. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ മീൻ മുറിച്ചെടുത്ത് മുളകിട്ട് കറി വെച്ചു. അത് കഴിഞ്ഞ പാടെ അവൾ അവളുടെ റൂമിലേക്ക് ചെന്നു. നേരെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ ചെന്നു. ഷവർ തുറന്നിട്ട് കുറേ നേരം അതിന് ചുവട്ടിൽ നിന്നു. ശേഷം കൈ നീട്ടി സോപ്പ് എടുത്ത് ദേഹത്തും മുഖത്തും തലയിലുമെല്ലാം നന്നായി പതപ്പിച്ചു തേച്ചു. എത്ര സോപ്പ് തേച്ചിട്ടും മീനിൻ്റെ മണം മാറാത്ത പോലെ അവൾക്ക് തോന്നി. ഒപ്പം തലയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയും. തല ശരിക്കും നന്നായി ഒന്ന് തോർത്തുക പോലും ചെയ്യാതെ വേഗം തോർത്ത് കെട്ടിവെച്ച് അവൾ പുറത്തേക്കിറങ്ങി. എങ്ങനെയോ ഒരു വിധത്തിൽ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി മുറിയിലേക്ക് വന്നതേ അവൾക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ അവൾ കട്ടിലിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. ഒട്ടും വയ്യാതെ അവൾ ആ കട്ടിലിൽ അങ്ങനെ കിടന്നുപോയി. തലകറക്കം പോലെയോ ഛർദിക്കാൻ വരുന്ന പോലെയോ ഒക്കെ തോന്നിയ അവളുടെ കണ്ണുകൾ മെല്ലെ അടച്ചു. അവൾ അറിയാതെ തന്നെ അവൾ പെട്ടെന്ന് ബോധമില്ലാത്ത വിധത്തിൽ ഉറങ്ങിപ്പോവുകയായിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. പുറത്താണെങ്കിൽ നല്ല മഴ തിമിർത്ത് പെയ്യാനും തുടങ്ങി.
അവളിനി സുഖമില്ലാതെ കിടന്നാലോ മുറിയിൽ നിന്ന് പുറത്തേക്ക് കാണാതിരുന്നാലോ ഒന്നും തന്നെ വിഷ്ണുവിൻ്റെ അമ്മ അവളെ വിളിച്ചു നോക്കാറില്ല. അവർക്ക് അവളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ വല്ല ജോലിയും ചെയ്യിപ്പിക്കാനുണ്ടെങ്കിലോ മാത്രമേ വിളിക്കുകയുള്ളൂ. വൈകിട്ടത്തെ ചായ കിട്ടിയതുകൊണ്ടും മീൻകറി വെച്ചതുകൊണ്ടും അവർ പിന്നെ അവളെ വിളിച്ചതേയില്ല. സന്ധ്യ ആയപ്പോൾ സീരിയൽ ഓണാക്കി അവർ ടി.വിക്ക് മുൻപിലിരുന്നു. സമയമേറെ കഴിഞ്ഞുപോയി. കുറേ നേരത്തിന് ശേഷം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വിഷ്ണുവിൻ്റെ ബുള്ളറ്റ് അവരുടെ വീടിന് മുൻപിൽ വന്നു നിന്നു. അപ്പോഴും പുറത്ത് നല്ല പെരുമഴ തന്നെയായിരുന്നു. മഴക്കോട്ട് ഊരി മാറ്റി അവൻ ഉമ്മറത്തേക്ക് കയറി. എന്നത്തെയും പോലെ മദ്യപിച്ചുകൊണ്ടായിരുന്നില്ല അന്ന് വിഷ്ണുവിൻ്റെ വരവ്. അവൻ അപ്പോൾ ഒട്ടും കഴിച്ചിട്ടില്ലായിരുന്നു. ഉമ്മറത്തു നിന്നും ഹാളിലേക്ക് കയറിയ അവൻ സീരിയലിന് മുൻപിൽ കാലും നീട്ടിയിരുന്ന് ചോറ് കഴിക്കുന്ന അമ്മയെ നന്നായി ഒന്ന് നോക്കി. പെട്ടെന്ന് വിഷ്ണുവിനെ കണ്ടതും അമ്മയും ഒന്ന് തലപൊക്കി അവനെ നോക്കി. മദ്യപിക്കാതെ നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അമ്മ ഒന്ന് വല്ലാതെ അതിശയിക്കുകയും ചെയ്തു. ഇവനെന്താ ഈ സമയത്ത്? കണ്ടിട്ട് വെള്ളമടിച്ച മട്ടൊന്നുമില്ലല്ലോ. അവരുടെ മനസ്സിലപ്പോൾ അതായിരുന്നു തോന്നിയത്. വിഷ്ണു ആണെങ്കിൽ ഒന്നും പറയാതെ ഒരു നോട്ടം നോക്കി അവൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. വാതിൽ തുറന്ന് അകത്ത് കയറിയതും തലയിൽ ഒരു തോർത്തുമുണ്ടും കെട്ടിക്കൊണ്ട് കട്ടിലിൽ കിടക്കുന്ന നിത്യയെയാണ് അവൻ കണ്ടത്. വാതിലൊന്ന് ചാരി അവൻ നേരെ കണ്ണാടിക്ക് മുൻപിലേക്ക് ചെന്നു. അലമാര തുറന്ന് ഒരു ടർക്കി എടുത്ത് തല തോർത്താൻ തുടങ്ങി. അതിനിടക്ക് അവൻ നിത്യയെ വീണ്ടും തിരിഞ്ഞു നോക്കി. പക്ഷേ അവൾ അപ്പോഴും അവൻ വന്നതുപോലും അറിയാതെ ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു. ഹായ് ഡാ മഹേഷേ, ഞാനിപ്പോൾ വരാം. ഞാനിപ്പോൾ വീട്ടിലാ. കുപ്പി ഇവിടെയാണ്. ഞാനതെടുത്തിട്ട് അങ്ങ് വരാം. നല്ല മഴയാണ്, അതുകൊണ്ട് ഇന്ന് പുഴക്കരയിലേക്കുള്ള പോക്ക് നടക്കില്ല. നിങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് വാ, നമുക്ക് അവിടെ കൂടാം. വിഷ്ണു ഫോണിൽ കൂട്ടുകാരനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ അലമാരയുടെ കബോർഡ് തുറന്ന് 2 കുപ്പി കയ്യിലെടുത്ത് ഒരു കവറിൽ വെച്ചു. ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് നടക്കുമ്പോഴാണ് അവൻ നിത്യയെ ഒന്നുകൂടെ നോക്കിയത്. താൻ വന്നതോ ഫോൺ വിളിച്ചതോ ഒന്നും അറിയാതെ അവൾ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. രാത്രി കുടിച്ച് ബോധമില്ലാതെയോ രാവിലെ ജോലിക്ക് പോകുന്ന തിരക്കുകൾക്കിടയിലോ ആണ് സാധാരണയായി അവളെ കാണാറുള്ളത്. അപ്പോഴൊക്കെയും ഒരു പേടിയോടെ തന്നിൽ നിന്ന് കുറച്ചകന്നാണ് അവൾ നിൽക്കാറുള്ളത്. ഇങ്ങനെ കിടന്നുറങ്ങുന്നതായി ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുപ്പിയുമായി അവൻ വാതിൽക്കൽ നിന്ന് അവളെ ഒന്ന് നന്നായി നോക്കി. ശേഷം തിരികെ കുപ്പി മേശപ്പുറത്ത് കൊണ്ടുവച്ച് അവൾ കിടക്കുന്ന കട്ടിലിനടുത്തേക്ക് ചെന്നു. ഒന്നുകൂടി അവളെ തല മുതൽ കാല് വരെ നന്നായി നോക്കി. ഒരു പച്ച നൈറ്റിയാണ് വേഷം. തലയിൽ തോർത്തുമുണ്ട് ചുറ്റിയിട്ടുണ്ട്. ഉറക്കമാണെങ്കിലും താൻ അണിയിച്ച താലി ഒരു കൈകൊണ്ട് അവൾ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോഴും താൻ വന്നതോ നിന്നതോ ഒന്നും അറിയാതെ അവൾ അങ്ങനെ കിടക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് 1.5 മാസമായി ഇതുവരെ ഇവളെ ഒന്ന് ശരിക്ക് കണ്ടിട്ടില്ല, നോക്കിയിട്ടുമില്ല. ഫ്രണ്ട്സിനൊപ്പം കൂട്ടുകൂടിയും ബാക്കി സമയം മദ്യപിച്ചും നടക്കുന്ന തനിക്കെവിടെയാണ് ഇവളെ നോക്കാൻ സമയം? ഒരു 2 മിനിറ്റ് നേരം വിഷ്ണു അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. വഴിയിൽ വെച്ച് നിത്യയോട് ആ സ്ത്രീ പറഞ്ഞതുപോലെ വെള്ളമടിക്കാരനും കച്ചറക്കാരനും ഒക്കെയാണെങ്കിലും വിഷ്ണു ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുള്ളവനാണ്. നിത്യയെ അങ്ങനെ കണ്ടപ്പോൾ അവനെന്തോ വല്ലാതെ പാവം തോന്നി. അവൻ മെല്ലെ അവൻ്റെ കൈകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കി. ഇല്ല, പനിയൊന്നുമില്ല. നെറ്റിയൊക്കെ നല്ല തണുപ്പാണ്. ഇനി വല്ല തലവേദനയോ മറ്റോ ആകുമോ? അവൻ ഒന്നുകൂടി അവളെ നോക്കി. വളരെ ചെറിയൊരു പെൺകുട്ടിയാണ് അവൾ. താൻ താലി കെട്ടിയ തൻ്റെ ഭാര്യയാണ്. താൻ അണിയിച്ച താലിയിൽ അപ്പോഴും അവളുടെ പിടുത്തമുണ്ട്. നെറുകിൽ പാതി മാഞ്ഞ സിന്ദൂരമുണ്ട്. എന്നും കൂട്ടുകാരും മദ്യക്കുപ്പിയും മാത്രമായി നടക്കുന്ന താൻ ഒരിക്കൽ പോലും അവളോട് നന്നായി ഒന്ന് സംസാരിച്ചിട്ടില്ല. അവളുടെ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ടില്ല. അല്പനേരം അരികിലിരുന്നിട്ടില്ല. പെട്ടെന്നാരോ ഉള്ളിലിരുന്ന് തോന്നിപ്പിക്കുന്ന പോലെ അവൻ അവളോട് വല്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. അതൊരു പക്ഷേ അവളുടെ കിടപ്പ് കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം. ജോലി കഴിഞ്ഞു വന്നതിൻ്റെ ക്ഷീണവും മറ്റും കാണും. കിടന്നോട്ടെ, വിഷ്ണു വിചാരിച്ചു. അങ്ങനെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നെയും വിഷ്ണുവിൻ്റെ ഫോൺ റിങ്ങായി. അവൻ ഫോൺ എടുത്തപ്പോൾ അപ്പുറത്ത് കൂട്ടുകാർ കുപ്പിയുമായി ചെല്ലാനായി ധൃതി കൂട്ടുകയായിരുന്നു. ഒരു നിമിഷം അവൻ മേശപ്പുറത്തിരിക്കുന്ന മദ്യക്കുപ്പിയെയും കട്ടിലിൽ കിടക്കുന്ന നിത്യയെയും മാറി മാറി നോക്കി. മദ്യം നുണയാതെ ഒരു ദിവസം പോലും തള്ളി നീക്കാൻ സാധിക്കാത്ത അവന് ആദ്യമായെന്തോ ആ കുപ്പിയിലേക്കും നിത്യയിലേക്കും വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ ഒരു നിമിഷം അന്ന് കുപ്പി വേണ്ട എന്ന് തോന്നിപ്പോയി.
എടാ ഞാൻ ഇന്ന് വരുന്നില്ല. പോകാൻ മനസ്സ് വരാതെ വിഷ്ണു ഒന്ന് തപ്പിക്കളിച്ചു. വരുന്നില്ലെന്നോ? ഇതാരായി പറയുന്നത്? നീ കളിക്കാതെ പെട്ടെന്നിങ്ങ് വാ. മറുപുറത്തു നിന്ന് കൂട്ടുകാർ അവനെ നിർബന്ധിച്ചു. എടാ അതുകൊണ്ടല്ല, എൻ്റെ വൈഫിന് സുഖമില്ല. ഇന്ന് നിങ്ങൾ കൂടിക്കോ, നാളെ കാണാം. നിത്യയെ നോക്കുമ്പോൾ എന്തോ പോകാൻ അവന് മനസ്സ് തോന്നുന്നേയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാനായി വിഷ്ണു പലതും പറഞ്ഞു. പക്ഷേ അവരെന്ത് കണ്ടിട്ടും അവനെ ഒഴിവാക്കാൻ തയ്യാറല്ലായിരുന്നു. എടാ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും സുഖമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, കുപ്പി നിങ്ങൾക്ക് അവിടെ കൊണ്ടുതരാം. ഇന്ന് നിങ്ങൾ കമ്പനി കൂടിക്കോ, എന്നിട്ട് ഞാനിങ്ങ് പോരും. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാൻ ഇപ്പോൾ എത്താം. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി. ശേഷം മേശപ്പുറത്തുണ്ടായിരുന്ന കുപ്പിയുടെ കവറെടുത്ത് കയ്യിൽ വെച്ചു. ഒരിക്കൽ കൂടി നിത്യ കരികിൽ വന്നു നിന്ന് അവളെ നന്നായി നോക്കി. അവൻ്റെ ചുണ്ടിൽ അപ്പോൾ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇന്നുവരെ തോന്നാത്ത രീതിയിൽ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും അവളെ പൊതിയാൻ തോന്നുന്ന പോലെ അവന് തോന്നി. കുപ്പി കൊണ്ടു കൊടുത്തില്ലെങ്കിൽ കിട്ടുന്നവരെ അവന്മാർ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. വേഗം കൊണ്ടു കൊടുത്തിട്ട് തിരികെ പോരാം. വാതിൽക്കൽ നിന്ന് നിത്യയെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയ ശേഷം അവൻ വാതിൽ ചാരിയിട്ട് പുറത്തേക്കിറങ്ങി. അമ്മ അപ്പോഴും സീരിയലിൽ തന്നെ ആയിരുന്നു. അവൻ അവരോടൊന്നും പറയാൻ നിൽക്കാതെ വേഗം പുറത്തേക്കിറങ്ങി. കയ്യിൽ കുപ്പിയുമായി വിഷ്ണു പുറത്തേക്ക് പോകുന്നത് അമ്മ അവിടെ ഇരുന്നു കൊണ്ട് നന്നായി ഒന്ന് നോക്കി. സാധാരണയായി മക്കൾ മദ്യപിക്കാൻ പോകുന്നത് കാണുമ്പോൾ അമ്മമാർ തടഞ്ഞു വെക്കാറാണ് ചെയ്യുക. എന്നാൽ വിഷ്ണു കുപ്പിയുമായി ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ അവൻ്റെ അമ്മ അത് നോക്കി ഒന്ന് ചിരിക്കുകയാണുണ്ടായത്. വിഷ്ണു അപ്പോൾ പുറത്തിറങ്ങി റെയിൻകോട്ട് എടുത്തണിഞ്ഞു. ശേഷം ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി വേഗത്തിൽ അവിടെ നിന്ന് പോയി. നിത്യയാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഉറക്കത്തിൽ തന്നെ ആയിരുന്നു. പിന്നെയും സമയം കഴിഞ്ഞുപോയി. മഴയുടെ ശക്തി കൂടി വന്നു. കുറേ സമയം കഴിഞ്ഞ് പെട്ടെന്ന് ശക്തമായ ഒരു ഇടിവെട്ട് കേട്ടപ്പോഴാണ് നിത്യ ഞെട്ടി കണ്ണു തുറക്കുന്നത്. പെട്ടെന്ന് കണ്ണു തുറന്ന അവൾ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ചുറ്റുമൊന്നു നോക്കി. മുറിയിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നെങ്കിലും അതിനൊപ്പം തന്നെ മിന്നലിൻ്റെ വെളിച്ചവും ചുമരിൽ മിന്നിത്തിളങ്ങി. ഇടിയുടെ ശബ്ദമാണെങ്കിൽ ചെവി പൊട്ടുമാറുച്ചത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ചുമരിലെ ക്ലോക്കിലേക്ക് കണ്ണോടിച്ചപ്പോഴാണ് സമയം 12:30 കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായത്. 7 മണിയാകുമ്പോൾ കിടന്ന കിടത്തമാണ്. ഇപ്പോൾ സമയം 1 ആകാനായോ? ഞാൻ അറിഞ്ഞതേയില്ലല്ലോ. ആകെ വല്ലാത്തൊരു ക്ഷീണം. കാര്യമായ എന്തോ ഒരു വല്ലായ്മയുണ്ടെന്ന് അവൾക്ക് തോന്നി. അപ്പോഴാണ് മുറിയിൽ വിഷ്ണു വന്നിട്ടില്ലെന്ന കാര്യം അവൾക്ക് മനസ്സിലായത്. അവൾ ഒന്ന് ചുറ്റും നോക്കി. വരേണ്ട സമയമായല്ലോ. സാധാരണ 10 മണിയാകുമ്പോഴേക്കും കൂട്ടുകെട്ടൊക്കെ കഴിഞ്ഞ് വരാറുള്ളതാണ്. ഇനി ബാത്റൂമിൽ എങ്ങാനും ഉണ്ടോ എന്നറിയാനായി അവൾ ബാത്റൂമിലേക്ക് നോക്കിയപ്പോൾ ബാത്റൂമിൻ്റെ ഡോർ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. വൈകിട്ട് വന്ന പാടെ ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്നതുകൊണ്ട് തന്നെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. സമയം തെറ്റിയതുകൊണ്ട് ഇന്നിനി ചോറ് വേണ്ട. അല്ലെങ്കിലും ചോറ് കഴിക്കാൻ തോന്നുന്നുമില്ല. കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാമെന്ന് കരുതി അവൾ മുറിയുടെ വാതിൽ തുറന്ന് ഹാളിലേക്ക് ചെന്നു. വിഷ്ണു ഇനി മദ്യപിച്ച് അവിടെ എങ്ങാനും വന്ന് കിടക്കുന്നുണ്ടോ എന്നറിയാനായി അവൾ ഹാളിലൊന്ന് നന്നായി നോക്കി. എന്നാൽ അവിടെ എങ്ങും അവനെ കണ്ടില്ല. അവൾക്കപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പേടി തോന്നി. സാധാരണ ഈ സമയമാകുമ്പോൾ എത്താറുള്ളതാണ്. പുറത്ത് നല്ല മഴയുമുണ്ടല്ലോ. എവിടെ പോയോ ആവോ? അവൾ ഒന്ന് സംശയിച്ചു. അപ്പോഴും ചെറുതായി ഛർദ്ദിക്കാൻ വരുന്ന പോലെ അവൾക്ക് തോന്നി. കിടന്നെണീറ്റെങ്കിലും അസ്വസ്ഥത മാറിയിട്ടുണ്ടായിരുന്നില്ല. വായിൽ വെള്ളം തികട്ടി വരുന്നത് പോലെയും തോന്നുന്നുണ്ടായിരുന്നു. ഒരു ബിസ്ക്കറ്റ് എങ്ങാനും എടുത്ത് വായിൽ വെക്കാമെന്ന് കരുതി അവൾ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അപ്രതീക്ഷിതമായാണ് അപ്പുറത്തുള്ള അമ്മയുടെ മുറിയിൽ നിന്ന് ഒരു പതിഞ്ഞ സംസാരം അവൾ കേട്ടത്. ഒരു നിമിഷം മുന്നോട്ടെടുത്തു വെച്ച കാൽ അവിടെ തന്നെ വെച്ചുകൊണ്ട് അവൾ അങ്ങനെ നിന്നു. മഴയുടെ ശബ്ദം നന്നായി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ അകത്തു നിന്ന് കേട്ട ആ ശബ്ദത്തിലേക്ക് നന്നായി ഒന്ന് കാതുകൂർപ്പിച്ചു. ആരുടെയോ ഒരു പതുങ്ങി സംസാരം അവൾ വീണ്ടും കേട്ടു. ഒരു നിമിഷം കൈയും കാലുമാകെ വിറയ്ക്കുന്ന പോലെ നിത്യക്ക് തോന്നി. പേടിച്ചുകൊണ്ടാണെങ്കിലും അവൾ നേരെ പോയി വേഗം ഹാളിലെ കർട്ടൻ നീക്കി മുറ്റത്തേക്ക് നോക്കി. മുറ്റത്തപ്പോൾ വിഷ്ണുവിൻ്റെ ബുള്ളറ്റ് കാണാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണു അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. വിഷ്ണു കൂടിയില്ലെന്ന് കണ്ടപ്പോൾ അവളുടെ പേടി വല്ലാതെ കൂടുകയാണ് ചെയ്തത്. സകല ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ മെല്ലെ കാലുകൾ വെച്ച് വീണ്ടും വാതിലിനരികിലേക്ക് ചെന്നു.
ഒന്നുകൂടി നന്നായി ചെവി കൊടുത്തതും അകത്തുനിന്ന് ഏതോ ഒരാണിൻ്റെ ശബ്ദം അവൾ കേട്ടു. ഒപ്പം പതിഞ്ഞ ശബ്ദത്തിൽ ചിരിക്കുന്ന അമ്മയുടെ ശബ്ദവും കേൾക്കാമായിരുന്നു. കൈയും കാലും വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ മെല്ലെ വാതിലിൻ്റെ താക്കോൽ പഴുതിലേക്ക് കണ്ണെത്തിച്ചു നോക്കി. അപ്പോൾ ആ ചെറിയ വിടവിലൂടെ അകത്ത് കണ്ട കാഴ്ച അവളെ ഒന്നുകൂടി ഞെട്ടി വിറപ്പിക്കുകയാണ് ചെയ്തത്. വിയർത്തൊലിച്ചുകൊണ്ട് അവൾ ഒരു നിമിഷം പിറകോട്ട് നിന്നു. വിഷ്ണുവിൻ്റെ അമ്മയും ഏതോ ഒരുത്തനും കാണാൻ പാടില്ലാത്ത രീതിയിൽ കട്ടിലിൽ. വ്യക്തമായി കണ്ടില്ലെങ്കിലും പകുതിയോളം ഭാഗം അവൾ ആ വിടവിലൂടെ കണ്ടു. വൈകുന്നേരം വഴിയിൽ വെച്ച് കണ്ട ആ അമ്മ പറഞ്ഞതാണ് അവളുടെ മനസ്സിലേക്കും കാതിലേക്കും അപ്പോൾ ഓടി വന്നത്. അവളൊരു തൻ്റെടിയാ മോളെ, ആണുങ്ങളെ വലവീശി പിടിക്കല അവൾക്കും മോൾക്കും പണി. അവരുടെ വാക്കുകൾ എത്ര സത്യമായിരുന്നെന്ന് അവൾ ഓർത്തു. ആ വാക്കുകൾ അവളുടെ കാതിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. പേടിയോടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ പുറകിലോട്ട് നിന്നു. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയുന്നില്ലായിരുന്നു. വിഷ്ണുവേട്ടൻ എവിടെ പോയി? എന്താ ചെയ്യുക ദൈവമേ? ഞാനിത് കണ്ടെന്നറിഞ്ഞാൽ ഇവരെന്നെ ഉപദ്രവിക്കുമോ? നിത്യവേഗം അവളുടെ റൂമിലേക്ക് തിരിച്ചു കയറി. കയ്യും കാലും ആകെ വിറച്ച് വീഴാൻ പോകുന്ന പോലെ അവൾക്കപ്പോൾ തോന്നി. പേടിയോടെ അവൾ അങ്ങനെ കുറച്ചു സമയം അവിടെ കടിച്ചു പിടിച്ചു നിന്നു. അല്പം കഴിഞ്ഞ് അമ്മയുടെ വാതിൽ ചെറുതായി തുറക്കുന്ന ശബ്ദം കേട്ടു. എങ്കിലും പുറത്തേക്ക് പോകാതെ ഒന്നും അറിയാത്ത പോലെ നിത്യ അവളുടെ റൂമിൽ തന്നെ പതിഞ്ഞു നിന്നു. അവരെ പോയി ചോദ്യം ചെയ്യാനുള്ള ധൈര്യം തനിക്കില്ല. ഞാനിത് കണ്ടു എന്നറിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്നെ എന്തു ചെയ്യാനും മടിക്കാത്തവർ ആയിരിക്കും. ചിലപ്പോൾ തന്നെ ജീവനോടെ വെച്ചേക്കില്ല. പുറത്തേക്ക് വന്ന കരച്ചിൽ 2 കൈകൊണ്ടും അമർത്തി പിടിച്ചുകൊണ്ട് അവൾ അവിടെ വിറച്ചു നിന്നു. അതേസമയം ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ അമ്മ രഹസ്യക്കാരന് പോകാനായി വേഗത്തിൽ അടുക്കളവാതിൽ തുറന്നുകൊടുത്തു. അടുക്കളയിലൊന്നും ലൈറ്റ് ഇടാതെയാണ് അവനെ പുറത്തേക്കിറക്കാൻ നോക്കിയത്. പിന്നെ വരാമെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവരോടൊരു ഇളം ചിരിയും ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങാൻ നോക്കിയതും പെട്ടെന്നായിരുന്നു അവൻ്റെ കഴുത്തിൽ വിഷ്ണുവിൻ്റെ പിടി വീണത്. അമ്മ അപ്പോൾ അടുക്കളയിലെ ഇരുട്ടിലായതുകൊണ്ട് തന്നെ വിഷ്ണു അവരെ കണ്ടില്ല. എന്നാൽ വന്നവനെ വിഷ്ണു പിടിച്ചു എന്ന് കണ്ടതും അമ്മ വേഗം അടുക്കളയിൽ നിന്ന് അവരുടെ റൂമിലേക്ക് തന്നെ ഓടിക്കയറി. അവനൊപ്പം കിടന്നെണീറ്റതിൻ്റെ ലക്ഷണങ്ങൾ അവരുടെ കട്ടിലിലുണ്ടായിരുന്നു. ചുളിഞ്ഞു കിടക്കുന്ന ബെഡ്ഷീറ്റ് അവർ വേഗത്തിൽ നിവർത്തി വിരിച്ചു. ശേഷം കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് പാറിപ്പറിഞ്ഞു കിടക്കുന്ന മുടിയൊക്കെ വേഗത്തിൽ മാടിയൊതുക്കി. എന്നിട്ടൊന്നും അറിയാത്ത മട്ടിൽ അങ്ങനെ നിന്നു. പുറത്തപ്പോളേക്കും വിഷ്ണു മറ്റവൻ്റെ മുഖം നോക്കിയൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ട് അവൻ്റെ കോളറിന് പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അവൻ വിഷ്ണുവിനെ തള്ളി മാറ്റി ഓടാൻ നോക്കിയെങ്കിലും അവൻ്റെ മേലുള്ള വിഷ്ണുവിൻ്റെ പിടുത്തം അത്രമേൽ മുറുക്കമുള്ളതായിരുന്നു. അവർ 2 പേരും തമ്മിൽ കുറച്ചു നേരം നല്ല രീതിയിൽ തന്നെ ബലം പിടുത്തം നടന്നു. ഒടുവിൽ വിഷ്ണു അവനെ ഹാളിലിട്ട് ചവിട്ടി. അകത്തുനിന്ന് വിഷ്ണുവിൻ്റെ അലർച്ചയും എന്തൊക്കെയോ തട്ടി വീഴുന്ന ശബ്ദവും കേട്ട നിത്യ വാതിൽ തുറന്ന് ഹാളിലേക്ക് എത്തി നോക്കി. വിഷ്ണുവും അവനും തമ്മിൽ അപ്പോൾ പൊരിഞ്ഞ തല്ല് നടക്കുകയായിരുന്നു. അയ്യോ, എന്താ ഇത്? ഓടി വന്ന് വിഷ്ണുവിനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. അമ്മ അപ്പോഴും റൂമിൽ തന്നെ നിൽക്കുകയായിരുന്നു. വിഷ്ണു ആളെ കൈയോടെ പിടിച്ചെന്ന് അവർക്ക് മനസ്സിലായി. ഹാളിൽ നിന്നും ഇത്രയും വലിയ ശബ്ദം കേട്ടിട്ടും താൻ ചെന്ന് നോക്കിയില്ലെങ്കിൽ വിഷ്ണു സംശയിക്കുമെന്ന് തോന്നിയ അവർ മെല്ലെ വാതിൽ തുറന്ന് ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും വിഷ്ണു അവനെ തല്ലിച്ചതച്ച് അവശനാക്കി കഴിഞ്ഞിരുന്നു. ഒരു ഞെട്ടലോടെ നിത്യ അതൊക്കെ നോക്കി നിന്നു. വിഷ്ണു അപ്പോൾ തിരിഞ്ഞു നിന്ന് നിത്യയെയും അമ്മയെയും ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കി. ഒരു പരിങ്ങലോടെയാണ് അമ്മയുടെ നിൽപ്പ്. പേടിച്ചുകൊണ്ട് ഇപ്പുറത്തായി നിത്യയുമുണ്ട്. ആലസ്യത്തോടെ നിൽക്കുന്ന അമ്മയെ കണ്ടതും നിത്യക്ക് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി. അമ്മ എന്ന് പറയാൻ പോലും അർഹതയില്ലാത്ത വൃത്തികെട്ട സ്ത്രീ. അവൾക്ക് അവരോട് വല്ലാത്ത അറപ്പും വെറുപ്പും തോന്നി. എങ്കിലും പേടി കാരണം എന്ത് ചെയ്യണമെന്ന് മാത്രം അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് അമ്മ തൻ്റെ അടവ് മാറ്റിയത്. എൻ്റെ ദൈവമേ, ഏതാ ഇവൻ? വല്ല കള്ളനുമാണോ? അമ്മ ഒന്നും അറിയാത്ത മട്ടിൽ ഒച്ചയെടുത്തുകൊണ്ട് ചോദിച്ചു. വിഷ്ണു അപ്പോൾ അമ്മയെ ഒന്ന് തറപ്പിച്ചു നോക്കി. ആ നോട്ടം കണ്ടതും അവരൊന്നും ഭയന്നുപോയി. പ്രശ്നം വഷളാകുമെന്ന് കണ്ടപ്പോൾ അവനെ സൂത്രത്തിൽ നിത്യയുടെ തലയിലിടാമെന്ന് അവർക്ക് തോന്നി. എടീ, മഴയുടെ ശബ്ദത്തിൽ ഞാൻ ഒന്നും അറിയില്ലെന്ന് കരുതിയോ? നിനക്ക് ഇതായിരുന്നല്ലേ പണി? കെട്ടിയോൻ വരാൻ വൈകുമെന്നറിഞ്ഞപ്പോൾ നീ കണ്ടവനെ വിളിച്ചു കയറ്റിയല്ലേ? നിത്യ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അമ്മയുടെ വായിൽ നിന്നും വന്നത്. അത് കേട്ടതും നിത്യ ആകെ വിറച്ചുപോയി. പ്രതീക്ഷിക്കാതെ അങ്ങനൊരു വാക്ക് കേട്ടപ്പോൾ എതിർത്തൊന്ന് സംസാരിക്കാൻ പോലും ആവാതെ അവളുടെ കണ്ണിൽ നിന്നും വെള്ളമൊഴുകി. അമ്മ അത് പറഞ്ഞു കഴിഞ്ഞതും വിഷ്ണു നിത്യയെ നന്നായി ഒന്ന് നോക്കുകയാണ് ചെയ്തത്. ശേഷം മറ്റവനെ കാലുകൊണ്ടൊന്ന് തട്ടിമാറ്റി.
അമ്മയെയും നിത്യയെയും നന്നായി തറപ്പിച്ചു നോക്കി. എന്നിട്ട് പതുക്കെ ഓരോ അടി കാൽ വെച്ചുകൊണ്ട് നിത്യ കരികിലേക്ക് ചെന്നു. ഞാനല്ല. നിത്യ വിറച്ചുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും വിഷ്ണു മുന്നോട്ട് വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. അവൻ ഓരോ അടി മുന്നോട്ട് വരുമ്പോഴും പേടിയോടെ അവൾ പിറകിലോട്ട് നിന്നു. അവൾക്ക് നേരെയുള്ള അവൻ്റെ ആ പോക്ക് കണ്ടപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് സമാധാനം വീണു. എന്നാലും എൻ്റെ ദൈവമേ, എൻ്റെ മോനെ ചതിച്ചുകൊണ്ട് ഇത് വേണമായിരുന്നോടി. വിഷ്ണുവിൻ്റെ ദേഷ്യം കൂട്ടാനായി അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിത്യയാണെങ്കിൽ വിറച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടുമെന്നായപ്പോൾ പേടിയോടെ അവൾ അവളുടെ കണ്ണുകൾ മെല്ലെ അടച്ചു. പേടിച്ച് വിറയ്ക്കുന്നത് കൊണ്ട് തന്നെ പറയാൻ വാക്കുകൾ കിട്ടാതെ അവൾ അവൻ്റെ മുന്നിൽ കൈകൂപ്പി. അവളുടെ അരികിലെത്തിയ വിഷ്ണു ഒരു നിമിഷം അവിടെ നിന്നു. പിന്നെ അമ്മയെയും നിത്യയെയും പാടെ ഞെട്ടിച്ചുകൊണ്ട് നിത്യയുടെ അരയിലൂടെ കൈയിട്ട് പിടിച്ചു. എന്നിട്ട് അവളെ അവനോട് ചേർത്ത് നിർത്തി അവളുടെ നെറുകിൽ ഉമ്മ വെച്ചു. സ്നേഹത്തോടെ അവളെ വാരിപ്പുണർന്നു. അവൻ്റെ 2 കണ്ണും അപ്പോൾ നിറഞ്ഞിരുന്നു. ഒരു ഞെട്ടലോടെ നിത്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ 2 കണ്ണും അപ്പോൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. 2 കൈകൊണ്ടും അവളെ തന്നോട് ചേർത്ത് നിർത്തി അവൻ ഒരിക്കൽ കൂടി അവളുടെ നെറുകിൽ ഉമ്മ വെച്ചു. നിത്യ അപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. അത് കണ്ട് അമ്മയാകെ ഞെട്ടിത്തരിച്ചു നിന്നു. നിലത്ത് കിടക്കുന്നവനാണെങ്കിൽ എണീക്കാൻ കഴിയാതെ അവിടെ തന്നെ ഉണ്ട്. വിഷ്ണു അപ്പോൾ കരഞ്ഞുകൊണ്ട് ഒന്നുകൂടെ നിത്യയെ തലോടി. ഇത്ര നാളും തന്നെ മനസ്സിലാക്കാത്ത ഭർത്താവ്, ഇതുവരെ തന്നോടൊന്ന് നന്നായി സംസാരിക്കുക പോലും ചെയ്യാത്ത ആളാണ്. മുഖത്തടി പൊട്ടുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന അവളെ പ്രതീക്ഷിക്കാതെ അവൻ ചേർത്ത് നിർത്തി തലോടിയപ്പോൾ അവൾക്ക് അവളുടെ സങ്കടത്തെ അടക്കി വെക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എടാ, നീ ഇല്ലാത്ത സമയത്ത് വല്ലവനെയൊക്കെ വിളിച്ചു കയറ്റിയവളെ നീ തലോടുന്നോ? പിറകിൽ നിന്നും അമ്മ അത് ചോദിച്ചതും വിഷ്ണു തിരിഞ്ഞ് അമ്മയെ ദഹിപ്പിക്കുന്ന പോലെ വീണ്ടും ഒന്ന് നോക്കി. ശേഷം നിത്യയുടെ അരയിലൂടെ കൈയിട്ട് അവളെ ഒന്നുകൂടി നന്നായി അവനോട് ചേർത്തു പിടിച്ചു. അമ്മ മറ്റെന്തോ ഒന്നുകൂടി പറയാൻ വന്നപ്പോഴേക്കും വിഷ്ണു അവർക്ക് നേരെ അവൻ്റെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞിരുന്നു. പല്ല് കടിക്കുന്ന ദേഷ്യത്തോടെ അവൻ അവർക്ക് നേരെ കുറച്ചു നേരം കൈ ചൂണ്ടിപ്പിടിച്ചു നിന്നു. ദേഷ്യം അടക്കി വെക്കാനാകാതെ അവൻ അപ്പോൾ വിറയ്ക്കുകയായിരുന്നു. എന്നെക്കൊണ്ട് അധികം നിങ്ങൾ പറയിപ്പിക്കരുത്. നിങ്ങളുടെ മുഖത്ത് ഞാൻ കൈവെക്കാത്തത് നിങ്ങൾ എന്നെ പെറ്റ തള്ള ആയതുകൊണ്ടല്ല. നിങ്ങളെപ്പോലൊരു വേശ്യയെ തല്ലി എൻ്റെ കൈ ചീത്തയാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്. നാണമുണ്ടോ തള്ളേ നിങ്ങൾക്ക്? പണ്ട് കാലം മുതലേ പലരും പലതും പറഞ്ഞിട്ടും നിങ്ങൾ ഇത്രയ്ക്ക് പിഴച്ച ഒരു സ്ത്രീയാണെന്ന് ഞാൻ ഇതുവരെ നേരിൽ കണ്ടിരുന്നില്ല. മോൻ്റെ പ്രായമുള്ള ഒരുത്തനെ വിളിച്ചു കയറ്റിയതും പോരാഞ്ഞ് അവസാനം അതൊന്നും അറിയാത്ത എൻ്റെ ഭാര്യയുടെ തലയിലിടുന്നോ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ വെള്ളം മേടിച്ച് ബോധമില്ലാതെ എവിടെയെങ്കിലും കിടപ്പുണ്ടാകുമെന്നോ? അതുകൊണ്ട് ഇന്നിനി ഇങ്ങോട്ട് വരില്ലെന്നോ? അല്ലെങ്കിൽ എന്നെ അങ്ങ് പൊട്ടനാക്കാമെന്നോ? ഇവൻ ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടതാണ്. വേണമെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് പിടിക്കാമായിരുന്നു. പക്ഷേ ഇവൻ തിരിച്ചിറങ്ങട്ടെ എന്ന് കരുതി തന്നെയാ കാത്തു നിന്നത്. ഇവള് വിളിച്ചു കയറ്റിയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാലേ നിങ്ങളെ മുറിയിൽ നിന്ന് 2ൻ്റെയും ചിരിയും സംസാരവും ഞാൻ കേട്ടതാ. പറയാൻ തന്നെ നാണമാകുന്നു. ഇവന് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തു. പക്ഷെ നിങ്ങളെ ഞാൻ തൊടില്ല. നിങ്ങളെ തൊട്ട് ചീത്തയാക്കിയ കൈകൊണ്ട് എനിക്ക് പിന്നെ ഇവളെ തലോടേണ്ടി വരരുത്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മക്കളെ താലോലിക്കേണ്ട കൈയാണിത്. എൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിക്കേണ്ട കൈയാണിത്. മദ്യപിച്ച് ബോധമില്ലാതെ നടന്നിട്ടുണ്ടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു വേശ്യയുടെ മേൽ കൈവെക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ തൊടാത്തത്. നാട്ടുകാരെ വിളിച്ചുകൂട്ടി എനിക്കിതെല്ലാവരെയും അറിയിക്കാം. നാണക്കേടാവുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതാം. പക്ഷേ ഞാനത് ചെയ്യാത്തത് നിങ്ങൾ എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു. ഇനി മുതൽ നിങ്ങൾ എൻ്റെ ആരുമല്ല. ഏതോ ഒരു സ്ത്രീയുടെ രഹസ്യബന്ധം കണ്ടുപിടിക്കേണ്ട ആവശ്യം എനിക്കില്ല. അവൻ അത് പറഞ്ഞു നിർത്തിയ ശേഷം നിത്യയുടെ കണ്ണിലേക്ക് നോക്കി. അവൾ അപ്പോൾ അവനോട് ചേർന്ന് നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു. വാ, എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്ക്. നമുക്ക് ഇപ്പോൾ ഇറങ്ങാം. ഇങ്ങനെയുള്ളവർ താമസിക്കുന്ന വീട്ടിൽ ഇനി നീയോ ഞാനോ വേണ്ട. എങ്ങോട്ടാണ് ഇറങ്ങുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിനക്ക് എന്നെ വിശ്വസിക്കാം. ഈ കയ്യിൽ നീ എന്നും സുരക്ഷിതയായിരിക്കും. ഇത് കള്ളുകുടിയനായ ഭർത്താവിൻ്റെ വാക്കല്ല, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആണൊരുത്തൻ്റെ വാക്കാണ്. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് അവളെ കൈപിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മയാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഹാളിൽ അങ്ങനെ നിന്നു. അകത്ത് ചെന്ന വിഷ്ണുവും നിത്യയും പരസ്പരം നോക്കി. എന്തൊക്കെ എടുക്കണമെന്ന് അവർക്കൊരു പിടിയുമില്ലായിരുന്നു. കൂടുതൽ സാധനങ്ങളൊന്നും എടുക്കാൻ നിൽക്കാതെ അലമാരയിൽ നിന്ന് ഒരു ബാഗ് വലിച്ചിട്ട് അതിൽ അവൻ്റെയും അവളുടെയും കുറച്ച് ഡ്രസ്സ് മാത്രം വാരിക്കൂട്ടി അവൻ അവളെയും കൈപിടിച്ച് പുറത്തേക്ക് വന്നു.
നിലത്തുനിന്ന് എണീക്കാനാവാതെ മറ്റവൻ അപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. കുറച്ചകലെ മാറി അമ്മയും. നിത്യയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിഷ്ണു ഒരിക്കൽ കൂടി അമ്മയ്ക്കരികിലേക്ക് ചെന്നു. ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാലായിക്കോ, ഇവനെ എടുത്തോണ്ട് പോയി വീണ്ടും ഒപ്പം കിടത്തിക്കോ. മകന്റെ പ്രായമുള്ളൊരുത്തനെ വിളിച്ചു കയറ്റിയതല്ലേ. ഇതിലും നല്ലത് വല്ല വിഷവും വാങ്ങി ചത്തൂടെ തള്ളേ നിങ്ങൾക്ക്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ എങ്ങനെ ഒരു മദ്യപാനിയായെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? നിങ്ങൾ അമ്മയും മോളും എനിക്ക് എന്നെങ്കിലും ഈ വീട്ടിൽ ഒരു സ്വൈര്യം തന്നിട്ടുണ്ടോ? കുറച്ച് സമാധാനം തന്നിട്ടുണ്ടോ? എന്നേക്കാൾ മുതിർന്ന ചെക്കന്മാരുടെ കൂടെ ഞാൻ കമ്പനി കൂടിയപ്പോഴും എപ്പോഴോ ഒരിക്കൽ അറിവില്ലായ്മ കൊണ്ട് മദ്യപിച്ചു പോയപ്പോഴും ചെയ്യരുതെന്ന് പറഞ്ഞ് ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ തിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്കെൻ്റെ പണം മാത്രം മതിയായിരുന്നു. നിങ്ങൾക്ക് മോൻ കള്ളുകുടിയനായാലെന്താ, വീട്ടിൽ വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താ? നിങ്ങൾക്ക് അമ്മക്കും മോൾക്കും വേറെ ആയിരുന്നല്ലോ പണി. ഇപ്പോൾ അവളെ കെട്ടിക്കൊണ്ടുപോയ വീട്ടിലും അവൾ ഇമ്മാതിരി തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? താലി കെട്ടിയ ഭർത്താവിനെ ഗൾഫിൽ പറഞ്ഞുവിട്ട് അവൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ നാട്ടിലൊക്കെ പാട്ടാ. നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടില്ല. ഇന്നു മുതൽ നിങ്ങൾ എന്നെ പ്രസവിച്ച സ്ത്രീയല്ല, ഇതെൻ്റെ വീടുമല്ല. അത് പറഞ്ഞുകൊണ്ട് അവൻ നിത്യയുടെ കണ്ണിലേക്ക് നോക്കി. എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നല്ലേ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇവർ നിന്നോടൊക്കെ പറഞ്ഞത്? എന്നാൽ ആ പാവം മനുഷ്യൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ. രണ്ടാമതൊരു വിവാഹം കഴിച്ചെന്നേ ഉള്ളൂ. അച്ഛനും ആ പാവം അമ്മയും ഞാൻ കയറി ചെന്നാൽ ഒരിക്കലും വാതിലടക്കില്ല. ഈ തള്ളയും മോളും എനിക്ക് പെണ്ണ് കാണാൻ നടന്നതും ഇത്ര ധൃതിപ്പെട്ട് എൻ്റെ കല്യാണം നടത്തിയതും ഞാൻ കുടുംബമായി ജീവിച്ചു കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ഈ വീട് എൻ്റെ അച്ഛൻ്റെ പേരിലാണ്. ഇത് വിറ്റ് ദൂർത്തടിച്ച് ജീവിക്കണമെന്ന് ഇവർ അമ്മയും മോളും കുറേയായ ആഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കുടുംബമാവാതെ ഇത് ഭാഗം വെക്കില്ലെന്ന് അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാ ഇവരെന്നെ പിടിച്ചു കെട്ടിച്ചത്. ഈ സ്ത്രീയുടെ അയിഞ്ഞാട്ടം കൊണ്ട് മാത്രമാ എൻ്റെ അച്ഛനും ഇവരും വേർപിരിഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ പണ്ടേ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി താമസിക്കാമായിരുന്നു. ഞാൻ കയറി ചെന്നാൽ ആ മനുഷ്യൻ എന്നെ പൊന്നുപോലെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ ഞാൻ കൂടി ഈ വീട്ടിലില്ലാതായാൽ ഇവിടെ രാവും പകലും ആണുങ്ങൾ കയറിയിറങ്ങുമെന്ന് അച്ഛനറിയാം. അതുകൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ എന്നെ ഇവരുടെ കൂടെ ഇവിടെ ജീവിക്കാൻ വിട്ടത്. പക്ഷേ ഇനി എനിക്കൊന്നും നോക്കാനില്ല. അത് പറഞ്ഞുകൊണ്ട് അവൻ അമ്മയെ ഒന്നുകൂടി നോക്കി. ഇതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ പെണ്ണുണ്ട് എൻ്റെ കൂടെ. നിങ്ങളിങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന വല്ലവന്മാരും ഇവളെ കയറി പിടിക്കില്ലെന്ന് ആര് കണ്ടു? എന്ത് ധൈര്യത്തിൽ ഞാൻ ഇവളെ ഇവിടെ തനിച്ചാക്കി പുറത്തു പോകും? വിഷ്ണു കള്ളുകുടിയനാണ്, മദ്യപാനിയാണ്, കച്ചറയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളെപ്പോലെയോ നിങ്ങളുടെ മോളെപ്പോലെയോ വൃത്തികെട്ട ജന്മമല്ല. നിങ്ങൾ മരിച്ചു എന്നറിഞ്ഞാൽ പോലും ഈ പടി കയറി ഞാൻ വരില്ല. വാ, ഇറങ്ങ്. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് നിത്യയുടെ കൈ മുറുകെ പിടിച്ചു. അമ്മയെക്കൊണ്ടൊരു മറുവാക്കു പോലും പറയാൻ അനുവദിക്കാതെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആ വീടിൻ്റെ പടിയിറങ്ങി. പുറത്തപ്പോൾ മഴ ചെറുതായി പൊടിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണു ചെന്ന് ബാഗ് അവൻ്റെ ബുള്ളറ്റിൽ കൊളുത്തിയിട്ടു. എന്നിട്ട് ഉമ്മറത്തെ തിണ്ണയിൽ നിന്ന് റെയിൻകോട്ട് എടുത്ത് മടക്കി നിത്യയുടെ കയ്യിൽ കൊടുത്തു. ഇത് കയ്യിൽ വെച്ചോ. പോകുന്ന വഴി മഴ കിട്ടുകയാണെങ്കിൽ നിനക്കിടാം. എനിക്ക് പിന്നെ നനഞ്ഞാലും കുഴപ്പമില്ല. മഴയും വെയിലും ഒക്കെ കൊണ്ട് നല്ല ശീലമാ. വാ, കയറ്. വിഷ്ണു അത് പറഞ്ഞപ്പോൾ നിത്യ കലങ്ങിയ കണ്ണുകളോടെ അവനെ തന്നെ നോക്കി. അവൻ അപ്പോൾ ചെറുതായ ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവളുടെ അരികിലേക്ക് നിന്നു. നെറ്റിയിൽ അമർത്തി ഒന്നുമ്മ വെച്ചു. എന്നിട്ട് ചോദിച്ചു, പേടിയുണ്ടോ എൻ്റെ കൂടെ വരാൻ? കണ്ണിലേക്ക് നോക്കി അവൻ അത് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടവൾ ഇല്ലെന്ന് തലയാട്ടി. ആ ചാറ്റൽ മഴയത്ത് വെച്ച് അവൻ അപ്പോൾ അവളെ ഒന്നുകൂടി അവൻ്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, അവരുടെ മോനായി ജനിച്ചു പോയി എന്നേ ഉള്ളൂ. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ ഒരിക്കലും നിന്റെ മാനത്തിനാരും വില പറയില്ല. അവൻ അത് പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചോട് പറ്റിച്ചേർന്നു. ഏട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് അത് മതി. അമ്മ ഞാനാണ് അവനെ വിളിച്ചു കയറ്റിയതെന്ന് പറഞ്ഞപ്പോൾ വല്ലാതെ പേടിച്ചു പോയി ഞാൻ. ഏട്ടൻ എന്നെ തല്ലാൻ വരികയാണെന്ന സത്യത്തിൽ ഞാൻ വിചാരിച്ചത്. വിറച്ചു വിറച്ചാണ് അവൾ അത്രയും പറഞ്ഞൊപ്പിച്ചത്. വിഷ്ണു അപ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകൾ രണ്ടും തുടച്ചു കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി അവളെ ശക്തമായി അവനോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ താലി കെട്ടിയവളല്ലേ, എനിക്കറിയാതിരിക്കില്ലല്ലോ. മനസ്സിലാവും എനിക്ക് എൻ്റെ പെണ്ണിനെ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഭാര്യയെയും എനിക്കറിയാം. കാലങ്ങൾ കൊണ്ട് എന്നെ പ്രസവിച്ച സ്ത്രീയെയും അറിയാം. നിന്നോട് ഇതുവരെ നന്നായി സംസാരിച്ചിട്ടില്ല ഞാൻ. വലിയ അടുപ്പം കാണിച്ചിട്ടുമില്ല.
എന്നെപ്പോലൊരാൾക്ക് നിന്നെപ്പോലൊരു കുട്ടിയെ കിട്ടാനുള്ള യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. ഏതോ ജന്മപുണ്യമെന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് കൈവന്ന ഭാഗ്യമാണ് നീ. ജീവിതത്തിൽ നല്ലത് പറഞ്ഞു തരാനും തെറ്റിലേക്ക് പോകുമ്പോൾ പറഞ്ഞു തിരുത്താനുമൊന്നും ആരുമില്ലാതിരുന്ന ഈ വയക്കാളി ചെക്കൻ നിന്നെ മനസ്സിലാക്കാൻ കുറച്ച് വൈകി. കെട്ടിയ പെണ്ണിനോടൊന്ന് സ്നേഹത്തോടെ പെരുമാറാൻ കുറച്ച് ദിവസമെടുത്തു. അങ്ങനെ കരുതിയാൽ മതി. വിഷ്ണു ചിരിച്ചു. എന്നിട്ട് അവളെയും കയറ്റി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. ചെറിയ ചാറ്റൽ മഴയിൽ അവൻ്റെ അരയ്ക്ക് മുറുകെ പിടിച്ച് അവൾ അവനോട് ചേർന്നിരുന്നു. വിശാലമായി കിടക്കുന്ന പാടത്തിനരികിലൂടെ വിഷ്ണുവിൻ്റെ ബുള്ളറ്റ് മുന്നോട്ട് നീങ്ങി. മഴയുടെ തണുപ്പേറ്റ് പ്രിയതമൻ്റെ തോളിൽ ചേർന്നുകൊണ്ട് വിവാഹശേഷമുള്ള ആദ്യത്തെ യാത്ര. വീട്ടിലെ മുറിവേൽപ്പിച്ച അനുഭവം ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ പോലും നിത്യയെ സംബന്ധിച്ച് അവനോടൊപ്പമുള്ള ആ സമയം മധുരമുള്ള അനുഭവമായിരുന്നു. നിലാവെളിച്ചത്തിൽ തൻ്റെ പാതിയോട് ചേർന്ന് തണുപ്പേറ്റുകൊണ്ട് അവൾ അങ്ങനെയിരുന്നു. വിഷ്ണുവിനോട് കൂടുതൽ നേരം ചേർന്നിരിക്കാൻ തന്നെ അവൾക്കപ്പോൾ തോന്നി. വിഷ്ണുവിനും അതെ. മദ്യത്തിൻ്റെ ലഹരിയില്ലാതെ തൻ്റെ പെണ്ണിനോടൊപ്പമുള്ള ആദ്യ അനുഭവമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ഒരു യാത്രയിൽ രണ്ടുപേരുടെ മനസ്സും നന്നായി അടുക്കുന്നതായി അവർക്കറിയാമായിരുന്നു. പരസ്പരം അങ്ങനെ ചേർന്നിരുന്ന് ബുള്ളറ്റ് ഏറെ ദൂരം മുന്നോട്ട് പോയി. അവസാനം വലിയ പടിക്കെട്ടുകളുള്ള ഒരു തറവാടിന് മുന്നിൽ ചെന്ന് ബുള്ളറ്റ് നിന്നു. പടിക്കെട്ടിന് താഴെ മതിലിൻ്റെ ഒരോരത്തായി ബുള്ളറ്റ് ചേർത്ത് നിർത്തി നിത്യയും വിഷ്ണുവും ഇറങ്ങി. അങ്ങ് മുകളിലായി തറവാട്ട് വീട്ടിൻ്റെ ഉമ്മറക്കോലായിൽ അപ്പോൾ ബൾബ് തെളിഞ്ഞ് കത്തുന്നുണ്ടായിരുന്നു. ഇതാ എൻ്റെ തറവാട്. അച്ഛൻ ഇവിടെയാ താമസം. അച്ഛനും രണ്ടാമത്തെ അമ്മയും. സോറി, രണ്ടാനമ്മ എന്ന് പറയുന്നതിനേക്കാളും അമ്മ എന്ന് പറയുന്നതാണ് ശരി. ഞാൻ വല്ലപ്പോഴുമേ ഇങ്ങോട്ട് വരാറുള്ളൂ. എങ്കിലും എന്നെ പ്രസവിച്ച സ്ത്രീയേക്കാളും എനിക്ക് വാത്സല്യം തന്നിട്ടുള്ളത് ഈ അമ്മയാണ്. പിറകിലൂടെയുള്ള റോഡിന് വന്നാൽ ബൈക്ക് മുറ്റത്തേക്ക് എത്തുമായിരുന്നു. സാരമില്ല, നാളെ നേരം പുലർന്നിട്ട് വീട്ടിലേക്ക് കയറ്റാം. ഇപ്പോൾ നീ കയറി വാ. വിഷ്ണു അവൻ്റെ വലതുകൈ നീട്ടി അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി. എന്നിട്ട് പതിയെ പടിക്കെട്ടുകൾ കയറി. മുറ്റത്തെത്തിയപ്പോൾ രണ്ടാളുടെ മനസ്സിനും വല്ലാത്ത കുളിർമ തോന്നി. നീളത്തിൽ വലിയ വരാന്തയൊക്കെയുള്ള പഴയ തറവാട് വീട്. ചുവന്ന കാവിയിട്ട നിലവും മരപ്പണികളുമൊക്കെ ചേർന്ന് അതിമനോഹരമാണ് കാണാൻ. മഴ പെയ്തു ചോർന്നിട്ട് ചുറ്റിലും നല്ല തണുപ്പുണ്ടായിരുന്നു. പെട്ടെന്നൊരു കാറ്റ് വന്ന് അവരെ രണ്ടുപേരെയും തലോടി. പ്രതീക്ഷിക്കാതെ ശരീരം വിറച്ചപ്പോൾ അവൾക്ക് വിഷ്ണുവിനോട് ചേർന്ന് നിൽക്കാൻ തന്നെ തോന്നി. ഓടിൻ്റെ മുകളിൽ നിന്നും പെയ്തു തോർന്ന മഴത്തുള്ളികൾ നിലത്ത് വീണ് കിടക്കുന്ന ഇലകളിലേക്ക് ചെറിയ ശബ്ദത്തിൽ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. ആ മഴത്തുള്ളികൾക്ക് വരെ ആ ഒരു നിമിഷത്തിൽ വല്ലാത്തൊരു മനോഹാരിത ഉള്ളതായി നിത്യയ്ക്ക് തോന്നി. ഉമ്മറത്തെ വെളിച്ചത്തിനോടൊപ്പം വീടിൻ്റെ രണ്ട് സൈഡിൽ നിന്നും പറമ്പിലേക്ക് വെളിച്ചം പരക്കുന്നുണ്ടായിരുന്നു. അവൾ ആ വീടിൻ്റെ ചുറ്റുപാടും ഒന്ന് നോക്കി. വിഷ്ണുവിൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നുവെന്നോ ഇങ്ങനെ ഒരു വീടുണ്ടായിരുന്നുവെന്നോ ഒന്നും ഇതുവരെ അറിയാത്തതുകൊണ്ട് തന്നെ അത്ഭുതത്തോടെയാണ് അവൾ അതൊക്കെ നോക്കി കണ്ടത്. അമ്മയ്ക്ക് കുറച്ച് പശുക്കളൊക്കെയുണ്ട്. പുലരുവോളം തൊഴുത്തിൽ ബൾബിട്ട് വയ്ക്കും. അതാ ചുറ്റിലും ഇത്ര വെളിച്ചം. അത് പറഞ്ഞുകൊണ്ട് വിഷ്ണു കോളിംഗ് ബെല്ലടിച്ചു. ആദ്യ ബെല്ലടിച്ച് 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും ബെല്ലടിച്ചു. മൂന്നാമത്തെ ബെല്ല് കുറച്ച് നീട്ടിയടിച്ചു. അപ്പോളേക്കും ഉമ്മറവാതിലിൻ്റെ ഓടാമ്പില ശബ്ദിച്ചു. വിഷ്ണുവിൻ്റെ അച്ഛൻ അവർക്ക് മുൻപിൽ വാതിൽ തുറന്നു. ആ സമയത്തുള്ള ബെല്ല് കേട്ടതുകൊണ്ട് തന്നെ അച്ഛൻ വെപ്രാളപ്പെട്ടുകൊണ്ടാണ് വാതിൽ തുറന്നത്. ഒരു വെള്ളമുണ്ടായിരുന്നു വേഷം. തോളിൽ ഒരു തോർത്തുമുണ്ട്. അല്പം പ്രായം തോന്നിക്കുമെങ്കിലും കാണാൻ വിഷ്ണുവിനെ പോലെ തന്നെ. വിഷ്ണുവിനെയും നിത്യയെയും പെട്ടെന്ന് കണ്ടപ്പോൾ അച്ഛൻ ഒന്ന് അത്ഭുതത്തോടെ നോക്കി. തൊട്ടുപിറകിലായി നേർത്ത കരയുള്ള കോട്ടൺ സാരി ധരിച്ചുകൊണ്ട് അമ്മയും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരു നിമിഷം അമ്പരപ്പോടെ വിഷ്ണുവിനെയും നിത്യയെയും നോക്കി. വിഷ്ണു അപ്പോൾ ഒന്നും പറയാതെ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. നീട്ടിയുള്ള ബെല്ല് കേട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചുപോയി. എന്താ കുട്ടികളെ ഈ സമയത്ത്? അത് ചോദിച്ചുകൊണ്ട് അമ്മ വേഗം അവർക്കരികിലേക്ക് വന്നു. ഈ സമയത്താണമ്മേ വരാനുള്ള യോഗമുണ്ടായത്. വിഷ്ണു ഉള്ളിലുള്ള വിഷമം കടിച്ചമർത്തി ഒരു നേർത്ത ചിരിയോടെ പറഞ്ഞു. അവരപ്പോൾ നിത്യയെയും വിഷ്ണുവിനെയും ഒന്ന് നന്നായി നോക്കി. അച്ഛാ, ഞങ്ങൾ വന്നത്. വിഷ്ണു അച്ഛനോട് കാര്യം പറയാനായി തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ കൈനീട്ടി അവൻ പറയാൻ വന്നതിനെ തടുത്തു നിർത്തി. ശേഷം സ്നേഹത്തോടെയും നിറഞ്ഞു തുളുമ്പുന്ന വാത്സല്യത്തോടെയും അവൻ്റെയും അവളുടെയും മുഖത്തേക്ക് നോക്കി. എന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു, നീ പറയണ്ട. ഈ വരവ് കാണുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അരുതാത്തതാണ് സംഭവിച്ചതെന്ന് അച്ഛന് മനസ്സിലാകുന്നുണ്ട് മോനെ. ഞാൻ പറഞ്ഞില്ലേ വത്സലേ,
രാവിലെ കാക്ക നിർത്താതെ കരഞ്ഞപ്പോൾ വിരുന്നുകാരുണ്ടാകുമെന്ന്, എന്നിട്ട് ആരും വന്നില്ലല്ലോ എന്ന് സന്ധ്യ ആയപ്പോൾ ഇവളിങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയും ചെയ്തു. ഇപ്പം വന്നില്ലേ, വൈകിയാണെങ്കിലും വന്നില്ലേ, ഏറ്റവും വലിയ വിരുന്നുകാർ തന്നെ. അച്ഛൻ അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിത്യയെ നോക്കി. മോള് ഞങ്ങളെ രണ്ടുപേരെയും കണ്ടു കാണില്ല കല്യാണത്തിന്, വരാൻ ഞങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവൻ വരാൻ നിർബന്ധിച്ചതാ. ഞാനാ പറഞ്ഞത് വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങൾ വരുന്നില്ല എന്ന്. ആരും അറിയാതെ ദൂരെ നിന്ന് കണ്ടിരുന്നു മോളെ. അച്ഛൻ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. എന്ന് വേണമെങ്കിലും ഏതു പാതിരാത്രിക്ക് വേണമെങ്കിലും മോളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വരാമെന്ന് അച്ഛൻ ഇവനോട് പറഞ്ഞതാ. ഇത് നിങ്ങളുടെ വീടാണ്. പുതുപ്പെണ്ണിന് വിളക്ക് കാണിക്കാൻ പറ്റിയ സമയമൊന്നുമല്ല. എന്നാലും വത്സലേ, ചെറിയൊരു തിരിയിട്ട് വിളക്കെടുത്തോളൂ. അച്ഛൻ അമ്മയെ നോക്കി. അത് കേട്ടതും അമ്മ സന്തോഷത്തോടെ അകത്തേക്ക് പോയി. വേഗം തന്നെ തിരിയിട്ട് കത്തിച്ച ഒരു കുഞ്ഞു നിലവിളക്കുമായി പുറത്തേക്ക് വന്നു. സന്തോഷത്തോടെ ആ വിളക്ക് നിത്യക്ക് നീട്ടി. ആഘോഷങ്ങളും ആളുകളുമില്ലെങ്കിലും സാരിയും മുല്ലപ്പൂവും ഇല്ലെങ്കിലും കല്യാണ ദിവസം വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഉണ്ടായതിനേക്കാൾ 100 ഇരട്ടി സന്തോഷവും മനോഹാരിതയും ഈ അമ്മ വെച്ച് നീട്ടിയ നിലവിളക്കിനും ആ സന്ദർഭത്തിനുമുള്ളതായി അവൾക്ക് തോന്നി. മനസ്സ് നിറഞ്ഞുകൊണ്ട് അവൾ വിളക്ക് കയ്യിൽ വാങ്ങി വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി. വിഷ്ണുവിൻ്റെ കണ്ണപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അകത്ത് ചെന്ന ശേഷം അച്ഛൻ അവരെ ഒപ്പമിരുത്തി സ്നേഹത്തോടെ സംസാരിച്ചു. വിഷ്ണുവും നിത്യയും അച്ഛനും സംസാരിക്കുമ്പോഴേക്കും അമ്മ അടുക്കളയിൽ ചെന്ന് ധൃതിപ്പെട്ട് ചായയും പലഹാരവും ഒക്കെയായി അങ്ങോട്ടെത്തിയിരുന്നു. ശേഷം അമ്മയും അവർക്കൊപ്പമിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ നിത്യക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും തോന്നി. അച്ഛൻ അപ്പോൾ നിത്യയെ വിളിച്ചു. മോളെ, ഞാൻ 2ാമത് കല്യാണം കഴിച്ചതാണ് ഇവളെയെങ്കിലും അച്ഛൻ ജീവിച്ചു തുടങ്ങിയത് ഈ അമ്മയ്ക്കൊപ്പമാ. കൂട്ടിന് മക്കളില്ലെന്നുള്ള ഒരു കുറവേ ഞങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇവൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് സ്വർഗമാ അച്ഛൻ്റെ ജീവിതം ഇപ്പോൾ. നിങ്ങൾ വന്നപ്പോൾ അച്ഛൻ്റെ ആ സന്തോഷം കൂടിയിട്ടേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. മക്കൾ ഇതൊക്കെ എടുത്തു കഴിച്ചിട്ട് ഒന്ന് പോയി മയങ്ങിക്കോളൂ. മുഖം കണ്ടാലറിയാം നല്ല ക്ഷീണമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അമ്മ അപ്പോൾ ഓട്ടുമൊന്ത കയ്യിലെടുത്ത് 2 പേർക്കും ധാരാളം ചായ ഒഴിച്ചു കൊടുത്തു. ജോലി കഴിഞ്ഞു വന്ന് ഒന്നും കഴിക്കാതിരുന്നതുകൊണ്ടും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കണ്ട് പേടിച്ചതുകൊണ്ടും നിത്യയ്ക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അമ്മ കൊടുത്ത ചായ കുടിച്ചപ്പോഴാണ് അവൾക്ക് ചെറുതായി ഒരു സുഖം തോന്നിയത്. ഏലക്കയായിട്ടുണ്ടാക്കിയ പ്രത്യേക രുചിയുള്ള ചായ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഛർദ്ദിക്കാനും തോന്നിയില്ല. മദ്യത്തിൻ്റെ ലഹരിയില്ലാതെ വിഷ്ണുവും രുചിയോടെ നന്നായി ചായ കുടിച്ചു. ചായ കുടി കഴിയുമ്പോഴേക്കും അമ്മ ചെന്ന് അവർ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള മുറിയിലെ വിരിയെല്ലാം മാറ്റി വിരിച്ചു കഴിഞ്ഞിരുന്നു. 2 ആളും ചെന്ന് കിടന്നോളൂ. അച്ഛനും അമ്മയും സ്നേഹത്തോടെ അവരെ മുറിയിൽ കൊണ്ടു ചെന്നാക്കി. വിഷ്ണുവും നിത്യയും മുറിയിലേക്ക് കയറി. അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തപ്പോൾ സ്നേഹം നിറഞ്ഞ പുഞ്ചിരി മാത്രമായിരുന്നു. മുറിയിൽ ചെന്ന പാടെ വിഷ്ണു അമ്മ വിരിച്ച കട്ടിലിലേക്കിരുന്നു. ചെറിയ മുറിയാണെങ്കിലും ചെറിയ കട്ടിലാണെങ്കിലും വല്ലാത്തൊരു സുഖവും തണുപ്പും വൃത്തിയും ആ മുറിക്കുണ്ടായിരുന്നു. എല്ലാത്തിനുമുപരി തൻ്റെ വീടിനേക്കാൾ സമാധാനവും വിഷ്ണുവിന് തോന്നി. കാരണം മനസ്സിൽ കളങ്കമില്ലാത്ത, ദേഹത്ത് ചെളിയില്ലാത്ത 2 പേർ താമസിക്കുന്നിടമാണ് അവിടെ. നിറഞ്ഞ മനസ്സോടെ അവൻ കട്ടിലിൽ ഇരുന്നു കൊണ്ട് നിത്യയെ നോക്കി. നിത്യ അപ്പോൾ ചിരിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് വന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ അരികിലിരുത്തി. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. നെറ്റിയിലും കഴുത്തിലും മെല്ലെ തൊട്ടു നോക്കി. എന്തെങ്കിലും വയ്യായ്മ ഉണ്ടായിരുന്നോ നിനക്കിന്ന്? നേരത്തെ ഞാൻ റൂമിൽ വന്നപ്പോൾ കിടക്കുന്നത് കണ്ടിരുന്നു. നല്ല ഉറക്കമായതുകൊണ്ടാ വിളിക്കാതിരുന്നത്. വിഷ്ണു അവളോട് പറഞ്ഞു. ഏട്ടൻ എപ്പോഴായിരുന്നു വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ വന്നിരുന്നു. മുറിയിലുണ്ടായിരുന്ന കുപ്പി എടുത്തിട്ട് പോകാൻ വന്നതാ. പക്ഷേ നിന്നെ കണ്ടപ്പോൾ മനസ്സ് കൈവിട്ടു പോയി. പോകാൻ തോന്നിയില്ല. പിന്നെ അവന്മാർ വിളിച്ചു വെറുപ്പിച്ചപ്പോൾ കുപ്പി കൊണ്ടുകൊടുത്തിട്ട് പോരാമെന്ന് കരുതി അപ്പോൾ തന്നെ പോയി. പക്ഷേ ചെന്ന പാടെ പോരാൻ അവർ വിട്ടില്ല. കുറച്ചു നേരം അവിടെ പിടിച്ചിരുത്തി. ഗ്ലാസ് നീട്ടി കുറേ നിർബന്ധിച്ചു. പക്ഷേ ഒരിത്തിരി പോലും കഴിച്ചിട്ടില്ല ഞാനിന്ന്. ഒന്ന് തൊട്ടുപോലുമില്ല. കാരണം അതിനേക്കാളൊക്കെ വലിയ ലഹരി നീയാണെന്ന് ഒരു നിമിഷം തോന്നി. വല്ലാത്തൊരിഷ്ടം നിന്നോട് തോന്നിപ്പോയി. ഞാൻ മുറിയിൽ വന്നു പോയതൊന്നും നീ അറിഞ്ഞു കാണില്ല. അതാ ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും വയ്യായ്ക ഉണ്ടായിരുന്നോ എന്ന്. വിഷ്ണു അത് ചോദിച്ചപ്പോൾ നിത്യ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി.
ഉണ്ടെന്ന് തോന്നുന്നു, അവൾ ഒരു കൊഞ്ചലോടെ പറഞ്ഞു. അവൻ ഒന്നും മനസ്സിലാവാതെ ഒന്നുകൂടെ അവളെ നോക്കി. അതെന്താ ഉണ്ടെന്ന് തോന്നുന്നത്? വയ്യായ്മ ഉണ്ടെങ്കിൽ നിനക്കറിയില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അറിയാം, പക്ഷേ ഇതാ വയ്യായ്മയല്ല. അവൾ അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈയെടുത്ത് അവളുടെ വയറിൽ ചേർത്തു വെച്ചു. ഒരു നിമിഷം അതിശയത്തോടെ വിഷ്ണു അവളെ നോക്കി. ശരിക്കും? അവൻ വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. ഡേറ്റ് തെറ്റി, പിന്നെ 3-4 ദിവസമായിട്ട് വല്ലാതെ ക്ഷീണമുണ്ട്. ഇന്ന് 2 നേരം ഛർദ്ദിക്കുകയും ചെയ്തു, നിത്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും വിഷ്ണുവിൻ്റെ മുഖത്താകെ ചിരി പടർന്നു. വിടർന്ന ചിരിയോടെയും നിറഞ്ഞ സന്തോഷത്തോടെയും അവൻ അവളെ നോക്കി. ആണോ? എന്നിട്ട് നീ എന്താ പറയാതിരുന്നത്? ഇതൊക്കെ പറയണ്ടേ? വിഷ്ണു അവളോട് ചോദിച്ചു. എങ്ങനെ പറയാനാ? പറയണമെങ്കിൽ ഈ ആളെ ബോധത്തോടെ ഒന്ന് കാണാൻ കിട്ടണ്ടേ? അവൾ അത് കളിയാക്കി പറഞ്ഞതാണെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ അപ്പോൾ അവളെ അവനോട് ചേർത്തു. എന്നിട്ട് പറഞ്ഞു. ഇനി എന്നും ബോധത്തോടെ തന്നെ കാണുമോളെ. നാളെ രാവിലെ നിന്റെ വീട്ടിലേക്ക് വിരുന്നു പോകണമെന്ന് പറയാനിരിക്കുകയായിരുന്നു ഞാൻ. ഇതിപ്പോൾ ഡബിൾ സന്തോഷമായല്ലോ. വിഷ്ണു അത് പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ കയ്യിൽ കോരിയെടുത്തു. കവിളിൽ തലോടിക്കൊണ്ട് അവളുടെ ചുണ്ടിൽ അവൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചു. പല തവണ അവനോടൊപ്പം കിടന്നിട്ടുണ്ടെങ്കിലും ആദ്യമായി നിറഞ്ഞ മനസ്സോടെ അവൾ അവൻ്റെ സാമീപ്യവും തഴുകലും അനുഭവിച്ചു. ചുണ്ടോട് ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അവൻ അവളെയും പിടിച്ച് കട്ടിലിലേക്ക് ചരിഞ്ഞു. മദ്യത്തിൻ്റെ ലഹരിയില്ലാതെ പൂർണ്ണ ബോധത്തോടെയുള്ള അവൻ്റെ സ്നേഹവും സ്പർശനവും അവളുടെ ശരീരത്തിൽ പതിഞ്ഞു തുടങ്ങി. അവരുടെ ആ നല്ല നിമിഷത്തിന് തണുപ്പേകി നൽകിക്കൊണ്ട് മുകളിലെ ചെറിയ ജനലിലൂടെ ഇളം കാറ്റ് അങ്ങോട്ട് ഓടിയെത്തി. തറവാട്ടുമുറ്റത്ത് അപ്പോഴും ഓടിൽ നിന്നിറ്റു വീഴുന്ന മഴവെള്ളം ശബ്ദിക്കുന്നുണ്ടായിരുന്നു. അങ്ങ് ദൂരെ മാറി പടിപ്പുര കഴിഞ്ഞുള്ള പാടത്തിനപ്പുറം സൂര്യൻ പിറ്റേന്നത്തെ പുലരിക്കായി ഒരുങ്ങുകയായിരുന്നു. ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഒരു താലിയിൽ തീർന്നു എന്ന് കരുതിയിടത്ത് നിന്ന് സന്തോഷത്തിൻ്റെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു നിത്യ. ഒപ്പം താലി ചാർത്തിയ തൻ്റെ പാതിയെ സ്നേഹിക്കാൻ കൊതിക്കുന്ന മനസ്സുമായി വിഷ്ണുവും. അവർ ഒരുമിച്ച് ഇനിയുള്ള പുലരികളെ വരവേൽക്കും.